അല്ലാഹു തആലയെ വിട്ടുകൊണ്ട് റബ്ബിലേക്ക് അവലംബമാകേണ്ട മനസ്സുമായി ആ അല്ലാഹുവിനെ വിട്ടുകൊണ്ട് നീ ആരിലേക്കൊക്കെ തിരിയുന്നുവോ, എവിടെയൊക്കെ നിന്റെ ആഗ്രഹങ്ങളും വേവലാദികളും ആവലാദികളുമായി നീ ആരിലേക്കൊക്കെ കൈ ഉയർത്തുന്നുവോ, ഏതൊക്കെ കേന്ദ്രങ്ങളിൽ നീ പോയി തേടുന്നുവോ, ഫഹുവ സനമുക, അതൊക്കെ നിന്റെ ഹൃദയത്തിൽ നാട്ടിയ വിഗ്രഹമാണ് മോനെ. ഷെയ്ഖ് ജീലാനി പറയാൻ, അല്ലാഹു തആലയെ വിട്ടുകൊണ്ട് നീ ആരിലേക്കൊക്കെ രക്ഷകരുമായി നീ സഹായം തേടുന്നുവോ, ആരെ നീ വിളിച്ചു തേടുന്നുവോ, അതൊക്കെ നിന്റെ ഹൃദയത്തിൽ നാട്ടിയ വിഗ്രഹമാണ് എന്ന് പറഞ്ഞാൽ അത് പച്ചയായ ശിർക്കാണ്. അതുകൊണ്ട് തന്നെ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അദ്ദേഹത്തിന്റെ കിതാബിൽ പറയുന്നു, ശേഷം പറയുന്നു, ലാ യൻഫഉക തൗഹീദുൽ ലിസാൻ മഅ ശിർക്കുൽ ഖൽബ്, നിന്റെ ഹൃദയത്തിൽ അല്ലാഹു ഒരുക്കപ്പെട്ട ഏറ്റവും അല്ലാഹുവിന് കോപമുള്ള നരകം ശാശ്വതമാകുമെന്ന് ഖുർആൻ പറഞ്ഞ, സ്വർഗ്ഗം ഹറാമാക്കുമെന്ന് അല്ലാഹു പറഞ്ഞ ആ ശിർക്ക് നീ ഹൃദയത്തിൽ വെച്ചിട്ട് നാവ് കൊണ്ട് നീ അഫ്ളു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് പ്രയോജനമില്ല മോനെ. ഷെയ്ഖ് ജീലാനി പറയാൻ, നമ്മൾ പറയല്ല ലാ യൻഫഉക തൗഹീദുൽ ലിസാൻ, നിന്റെ നാവ് കൊണ്ട് നീ അഫ്ളു ദിക്ർ ലാ ഇലാഹ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല. കാരണം നിന്റെ ഹൃദയത്തിൽ ശിർക്കാണ് നീ വെച്ചിട്ടുള്ളത്. എന്നാൽ പരിഹാരം പറഞ്ഞു തരുന്നു, കേട്ടോളൂ. 1000 വട്ടം ഷെയ്ഖ് ജീലാനിയെ വിളിക്കണമെന്ന് പറഞ്ഞ ഖുതുബിയ്യത്ത് നേർച്ചയാക്കി പോയവരെ, മുഹ്യിദ്ദീൻ മാലയിലൂടെ ഷെയ്ഖ് ജീലാനിയെ തെറ്റിദ്ധരിച്ച് വിളിച്ചു തേടിയവരെ, ആ കാലം നിങ്ങൾ മാറ്റിവെക്കണം, ആ ചിന്ത നിങ്ങൾ മാറ്റിവെക്കണം. കാരണം മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി നമ്മെ പഠിപ്പിച്ച വിശ്വാസത്തിലേക്കാണ് നിങ്ങൾ ക്ഷണിക്കുന്നത്. കേട്ടോളൂ, അദ്ദേഹം പറയുന്നു, അതുകൊണ്ട് ഇജ്അൽ ഖൽബക മസ്ജിദാ, നീ നിന്റെ ഹൃദയത്തെ ഒരു പള്ളി പോലെ ശുദ്ധിയാക്കിക്കോ, പള്ളി പോലെ നീ സ്ഫുടം ചെയ്തെടുത്തോ. എന്താ പള്ളിക്കുള്ള പ്രത്യേകത? എന്താ പള്ളിക്കുള്ള പ്രത്യേകത? കമാ ഖാല അല്ലാഹു അസ്സ വജല്ല, അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു. എന്നിട്ട് 72-ാം അധ്യായം സൂറത്ത് ജിന്ന് 18-ാമത്തെ ആയത്ത് എടുത്തു കൊടുക്കുകയാണ്. എന്താ ആയത്ത്? വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, വഅന്നൽ മസാജിദ ലില്ലാഹ്, തീർച്ചയായും പള്ളികൾ അല്ലാഹുവിന്റെ ഭവനമാണ്, അല്ലാഹുവിനുള്ളതാണ്. അതുകൊണ്ട് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, ആ പള്ളിക്കുള്ളിൽ നിങ്ങൾ അല്ലാഹുവിന്റെ കൂടെ മറ്റൊരാളെയും വിളിച്ചു തേടല്ല. അല്ലാഹു തആലക്ക് പുറമെ നിങ്ങൾ മറ്റൊരാളെയും വിളിച്ചു തേടാൻ പാടില്ല. അല്ലാഹുവിന് മാത്രമാണ് നിങ്ങളുടെ പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും അതുപോലെ തന്നെ ഉള്ളതെല്ലാം നിങ്ങൾ കൊടുക്കേണ്ടത്. അല്ലാഹുവിന്റെ പള്ളിയുടെ പ്രത്യേകത എന്താണ്? അത് അല്ലാഹുവിനെ മാത്രം തേടാനുള്ളതാണ്. ഇതുപോലെ നിന്റെ ഹൃദയത്തെ നീ ശുദ്ധിയാക്കണമെന്ന് ലോകത്തിന് നൽകിയ മഹാനായ ഷെയ്ഖ് ജീലാനിയെ തന്നെ സഹോദരങ്ങളെ ഷെയ്ഖ് എത്രയോ പള്ളികളില് ഖുതുബിയ്യത്തിലൂടെ വിളിച്ചു തേടുകയാണ്. വഉദ്ദനി മിൻ മുരീദീന ഹജികൽ അഖ്വം വമിൻ അബ്ദിക അബ്ദൽ താഇയൻ നദ്വം ബസ്റഫ് ഹാദി സിറാത്തൻ അൻത സാലികവോ വല്ലാഹു അതാകഹു ഫഅൻത മാലികവോ വനജ്ഹി മിൻ ലലാ ഫിഹാ മാ ഹാലികവോ സുൽത്താന കുല്ലി വലി മുഹയ്യദ്ദീൻ. എന്താ പറയുന്നത്? അങ്ങയുടെ ഖാദിരിയ ത്വരീഖത്തില് ഈ മുരീദായ എന്നെയും അംഗമാക്കണേ ശൈഖേ. വമിൻ അബ്ദിക അബ്ദൻ ത്വാഇൻ നദ്വം, അങ്ങയെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു അടിമയായി അടിമകളുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണേ മുഈദീൻ ശൈഖേ. മാത്രമല്ല ബസ്റഫ് ഹാദി സിറാത്തൻ അൻത സാലികവോ, അങ്ങ് സഞ്ചരിച്ച ശുദ്ധമായ മാർഗത്തിലൂടെ എന്നെയും വഴി നടത്തണേ മുഈദീൻ ശൈഖേ. നോക്കി നിങ്ങൾ, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അല്ലാഹ് നിന്നോട് ഞങ്ങള് സിറാത്തുൽ മുസ്തഖീമിനെ ചോദിക്കുകയാണ്. ആ മാർഗത്തിൽ ഞങ്ങൾ നീ വഴി നടത്തണേ. അല്ലാഹുവിനോട് ചോദിക്കേണ്ട ഹിദായത്ത് ഷെയ്ഖ് ജീലാനിയോട് ഖുതുബിയ്യത്തിലൂടെ ചോദിക്കാൻ ആവശ്യപ്പെടുന്നു. എന്നിട്ട് പറയുന്ന എന്താ ഞങ്ങള്? വല്ലാഹു അതാകഹു ഫഅൻത മാലികഹു, അങ്ങല്ലേ അതിന്റെ മാലിക്. കാരണം ഹിദായത്തിന്റെ അധികാരി അങ്ങല്ലേ. സഹോദരങ്ങളെ, ഹിദായത്തിലേക്ക് ഒരു മനുഷ്യനെ കടത്തുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മാത്രം അധികാരത്തിൽപ്പെട്ടതാ. അത് മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അത് അള്ളാഹുവിന്റെ സിഫത്തിൽ പങ്കുവെക്കലാണ്, ലാ ഇലാഹ ഇല്ല തകരുന്ന വിശ്വാസമാണ്. കാരണം മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇസ്ലാമിന്റെ ആദ്യകാലത്തെ പ്രബോധന സമയത്ത് ഏറെ സഹായിച്ചിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അബൂ ത്വാലിബ് മരിക്കാൻ കിടക്കുമ്പോ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ ആഗ്രഹിച്ചു വന്ന് ഹിദായത്തിലാകാൻ. ആ സമയത്ത് അങ്ങ് ചെന്നിട്ട് പറഞ്ഞു, യാ അമ്മീ ലാ ഇലാഹ ഇല്ലല്ലാഹ്, പൊന്നാര പിതൃവ്യ ഒന്ന് ലാ ഇലാഹ ചൊല്ലണേ. നബി ഏറെ ആഗ്രഹിച്ചു വന്ന് ഹിദായത്തിലാകാൻ. പക്ഷെ അയാൾ മുശ്രിക്കായി മരണപ്പെട്ടു പോയി. അതുകൊണ്ട് തന്നെ കരഞ്ഞ കണ്ണുമായി സങ്കടപ്പെട്ട് വീടും നിന്ന് ഇറങ്ങുമ്പോ അല്ലാഹു തആല ആശ്വാസമായി ഇറക്കിയത് ആയത്താ, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹു യഹ്ദി മൻ യശാ വഹുവ അഅലമു ബിൽ മുഹ്തദീൻ. ഓ പ്രവാചകരെ മുഹമ്മദ് നബിയേ, താങ്കൾ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കാൻ താങ്കൾക്ക് കഴിയില്ല നബിയേ. ഹിദായത്ത് നൽകുന്നവൻ അല്ലയാണ്. ആര് ഹിദായത്തിലാകണമെന്ന് അല്ലാഹുവിനറിയാം. എങ്കിൽ സഹോദരങ്ങളെ, ശൈഖ് ജീലാനിയോട് ഇവിടെ ചോദിക്കുന്നത് എന്താ? ബസ്റുഫു ഹാദി സിറാത്തൻ അൻത സാലികവോ വല്ലാഹു അതകഹു ഫഅൻത മാലികവോ. സിറാത്തുൽ മുസ്തഖീമിൽ ഞങ്ങളെ വഴി നടത്തണേ മൊയ്തീൻ ശൈഖേ. ഹിദായത്തിന്റെ അധികാരി അങ്ങല്ലേ, അല്ലാഹു അങ്ങേക്ക് അതിന്റെ ഉത്തരവാദിത്തം തന്നിട്ടില്ലേ എന്നാണ്. ശൈഖ് ജീലാനിക്ക് അത് സാധിക്കുമോ സഹോദരങ്ങളെ? അത് സാധിക്കുമെന്ന് അല്ലയോ റസൂലോ പറഞ്ഞിട്ടുണ്ടോ? ശൈഖ് ജീലാനി പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു തആലയോട് മാത്രമായി ചോദിക്കേണ്ട ദുആകള് അല്ലാഹുവിന്റെ പടപ്പുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശിർക്കാണെന്ന് ഖുർആൻ സൂറത്ത് ഫാത്തിറിലൂടെ അതിന്റെ 13-14 ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു പറയുന്നത്, ആലിക്കും അല്ലാഹു റബ്ബുക്കും, നിങ്ങളുടെ അല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവനാണ്. എങ്ങനെയുള്ളവൻ? നിങ്ങൾക്ക് മഴ നൽകിയ, ഭൂമിയെ നിങ്ങൾക്കൊരു വിരിപ്പാക്കി തന്ന, അതുപോലെ നിങ്ങൾക്ക് ആവശ്യമായ ഉപജീവനങ്ങൾ മുഴുവനും നിങ്ങൾക്ക് മുളപ്പിച്ചു തന്ന, നിങ്ങളെ പൂർണ്ണമായി പരിപാലിച്ച് പോറ്റിക്കൊണ്ടിരിക്കുന്ന അല്ലാഹു തആല ലഹുൽ മുൽക്കു, അവനാകുന്ന ഒരു രാജാധികാരം. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, ആ അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ ആരെയൊക്കെ വിളിക്കുന്നുണ്ടോ? അല്ല പറയുന്നു, ഞാനല്ല. മായംലികൂന മിൻ ഖത്മീ, ഒരു ഈത്തപ്പഴക്കുരുവിന്റെ പാടയുടെ മുകളിലുള്ള, നോക്കി നിങ്ങൾ, ഈത്തപ്പഴക്കുരുവിന്റെ മുകളിലുള്ള പാടയുണ്ടല്ലോ, ആ പാടയുടെ അത്ര പോലും ഉടമപ്പെടുത്തുന്നില്ല. അല്ലാഹുവിന്റെ ഒരു ഉദാഹരണത്തിന്റെ ആ അത്ഭുതം നിങ്ങൾ കാണണം. അതിന്റെ വിശാലത, അതിനെ ചിന്തിക്കുന്ന ആളുകൾക്ക് എത്ര വലിയ ദൃഷ്ടാന്തമുണ്ട്. ഈത്തപ്പഴക്കുരു, ഈത്തപ്പഴത്തിനകത്തുള്ള ഒരു കുരു, അതിന്റെ മുകളിൽ കട്ടി കുറഞ്ഞൊരു പാടയുണ്ട്. എത്ര ദുർബലമാണത്. അതുപോലെയാണ് അല്ലാഹു തആലക്ക് പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്നവര് ഒരിക്കലും നിങ്ങൾക്ക് ഉടമപ്പെടുത്തി തോന്നുന്നില്ല. എന്നിട്ട് അവിടുന്ന് പറയുന്നു, തദ്ഊഹു, നിങ്ങളവരെ വിളിച്ചാൽ, നിങ്ങളവരെ വിളിച്ചു തേടിയാൽ, ലാ യസ്മഊ ദുആക്കും, നിങ്ങളുടെ ദുആ അവർ കേൾക്കൂല. വലൗ സമീഉനി, കേൾക്കുമെന്ന് നിങ്ങൾ സങ്കൽപ്പിച്ചാലോ അവർ നിങ്ങൾക്ക് ഉത്തരവും ചെയ്യൂല. വയൗമൽ ഖിയാമത്തി യഗ്ഫിറൂന ബിശിർക്കിക്കും, നിങ്ങൾ ചെയ്യുന്ന ശിർക്കിനെ ഖിയാമത്ത് നാളിൽ അവര് നിഷേധിക്കുന്നതാണ്. അവർ പറയും, മഹാന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സ്വാലികൾ പറയും, അല്ലാഹുവേ, ഞങ്ങൾ കൽപ്പിച്ചിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല, ഞങ്ങളെ വിളിച്ചു തേടാൻ ഞങ്ങൾക്ക് നീ തന്ന മുഇസ്സത്തിന്റെ കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഐബറിയും, ഞങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ളതറിയും. അതുകൊണ്ട് എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് തേടിക്കോളൂ എന്ന് അല്ലാഹുവേ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കാരണം നിന്നോട് തേടാനല്ലേ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് മഹാന്മാര് മുഴുവനും കൈയൊഴിയുമെന്ന് മാത്രമല്ല, അല്ലാഹു തആല സഹോദരങ്ങളെ ആ പ്രവൃത്തിയെ ശിർക്കാണ് എന്നും ശിർക്ക് ചെയ്തവർക്ക് നരകം നൽകുമെന്നും പറയുന്നു. എന്നിട്ട് ഈ ആയത്ത് അല്ലാഹു അവസാനിപ്പിക്കുന്നത്, വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, സൂക്ഷ്മജ്ഞാനിയായ അല്ലാഹനെ പോലെ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേറെ ആരുമില്ല. ഇത് നമ്മൾ പറഞ്ഞുതരാണ്, നമ്മുടെ ബാധ്യതയാണ്. വെറുപ്പുണ്ടാകും, വിഷമുണ്ടാകും. ത്യാഗത്തിലൂടെ സ്വർഗത്തിൽ പോകണമെങ്കിൽ കുറച്ച് പ്രയാസമുണ്ട് എന്ന് ഞാൻ ആമുഖത്തിൽ തന്നെ പറഞ്ഞല്ലോ. ആ പ്രയാസം ഒന്നാമത്തെ മേഖലയിൽ തന്നെ കടന്നു വരും. എന്ന് പറഞ്ഞാൽ ശിർക്ക് അരിച്ചു വരുന്ന വിശ്വാസങ്ങൾ പരിശോധിച്ചതിൽ മാറാൻ തയ്യാറാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര ഗൗരവത്തോടു കൂടിയാണ് സഹോദരങ്ങളെ ശിർക്ക് അരിച്ചു വരുന്ന വിശ്വാസങ്ങളെ നമ്മിൽ നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ തന്നിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിനെ കൊണ്ടല്ലാതെ ഒരു പടപ്പിനെയും വിളിച്ച് സത്യം ചെയ്യാൻ പാടില്ല. ഇത് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, മൻ ഖലഫ ബിഗൈരില്ലാഹ്, ആരെങ്കിലും അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്തു കഴിഞ്ഞാൽ ഫഖദ് കഫറ ഔ അശ്റക. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ അല്ലാഹു അല്ലാത്തവർ വിളിച്ച് സത്യം ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തു, അവൻ കാഫിറായി.
അപ്പൊ ബദരീങ്ങളാണ് സത്യം, അമ്പർത്ത തങ്ങളാണ് സത്യം, ഈ കൊടിഞ്ഞീത്ത പള്ളിയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആലയുടെ സൃഷ്ടികളെ വിളിച്ചുകൊണ്ട് സത്യം ചെയ്യുക എന്ന് പറയുന്നത് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അത് ഒരിക്കലും തന്നെ നമുക്ക് പാടില്ല. പക്ഷെ ഇന്ന് മനുഷ്യന്മാരില് അല്ലാഹുവാണ് സത്യം എന്ന് പറയാൻ, വല്ലാഹി എന്ന് പറയാൻ ഒരു മടിയില്ല. ഉണ്ടോ? കോടതിയിലൊക്കെ അന്യന്റെ മുതൽ കെട്ടിട്ട് പിടിച്ചു പറിച്ചിട്ട് കേസ് വന്നാൽ അവിടെ കയറിയിട്ട് ചോദിക്കുമ്പോ ആദ്യം തന്നെ പറയുന്നത് എന്താ? ദൈവത്തെ പിടിച്ചുകൊണ്ട് സത്യം പറയുമോ? ഓ പറയും, അല്ലാഹുവാണ് സത്യം, ഞാൻ ചെയ്തിട്ടില്ല. അല്ലേ? വർഷങ്ങൾക്ക് മുമ്പ് മഞ്ചേരി കോടതിയിൽ ഒരു കേസെത്തി. എന്താ കേസ്? ഒരു കുടുംബത്തിന് വലിയൊരു തുക കളവ് പോയപ്പോൾ അത് എടുത്തത് കുടുംബത്തിൽപ്പെട്ടവരാണ് എന്നറിയാം, പക്ഷേ അത് തെളിയിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കേസ് ഇങ്ങനെ മുന്നോട്ട് പോയി. അള്ളാനെ വിളിച്ച് സത്യം ചെയ്യാൻ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ തൊട്ട് സത്യം ചെയ്തു. കേസുകൾ മുന്നോട്ട് പോയപ്പോൾ അവസാനം അത് തീരുമാനമാക്കാൻ വേണ്ടിയിട്ട് പൊന്നാനി കിളിക്കട്ട ജാറത്തിലേക്ക് മാറ്റിയാന്ന് പറഞ്ഞു. ആ പള്ളിയിൽ പോയിട്ട് ആ കയറ് പിടിച്ചിട്ട് സത്യം ചെയ്താൽ മതി. അള്ളാഹു അല്ലാത്തവരെ പേരിലാണ് സത്യം, അള്ളാന്റെ പേരിലല്ല. അവിടെ കിടക്കുന്ന ഔലിയ, ആ പള്ളിയിലുള്ള ആ അല്ലെങ്കിൽ കൊടിഞ്ഞിപ്പള്ളി, അതുപോലെ തന്നെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്ന ഖബർ കെട്ടിയുയർത്തപ്പെട്ട അങ്ങനെയുള്ള സ്ഥലമുണ്ടല്ലോ, ആ ജാറത്തിങ്ങ് പോയിട്ട് അവിടെ നിന്ന് സത്യം ചെയ്താൽ മതി, എങ്കിൽ കേസ് പിൻവലിക്കാന്ന വിധി അങ്ങനെ വെച്ചു. കുടുംബസമേതം ഒരു വാഹനത്തിൽ യാത്ര പോവുകയാണ്. വഴിമധ്യേ കുടുംബത്തിൽപ്പെട്ട ആളുകൾ പറഞ്ഞു, വാഹനം തിരിച്ചു വിട്ടോളി, നമുക്ക് അങ്ങനെ പോകണ്ട. എന്ത്? ഞങ്ങളെന്നെ എടുത്തത്. ആലോചിച്ച് നോക്കി. അള്ളാനെ വിളിച്ച് 100 വട്ടം സത്യം ചെയ്ത മനുഷ്യന്മാർക്ക് അള്ളാന്റെ പടപ്പുകളെ വിളിച്ച് സത്യം ചെയ്യാൻ പേടി. കാരണം എന്താ? കറാമത്തിലൂടെ വയറ്റുന്ന് ചോര പോകും, വലിയ ഉപദ്രവങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണല്ലോ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിനുള്ളിൽ കയറുമ്പോ ഇസ്ലാമികമായ നിബന്ധനകളൊക്കെ ചിലപ്പോൾ പാലിക്കാതെ പോകും. ഇഖ്ലാസ് ഉണ്ടാവൂല, ഖുശൂ ഉണ്ടാവൂല, ചൊറിഞ്ഞ് മാന്തി കോട്ടാവിട്ട് അല്ലേ, നിസ്കാരം കഴിഞ്ഞാലോ പൊടി തട്ടിയിട്ട് മിഹ്റാബിലേക്ക് മൂടാക്കിയിട്ട് തിരിച്ചും പോരും. എന്നാൽ ജാറത്തിലേക്ക് പോകുന്ന ഒരാളുകൾ കണ്ടിട്ടുണ്ടോ? വളരെ തഖ്വയോടുകൂടി ഒന്നെടുത്ത് ചെരുപ്പ് കഴിച്ചു കാൽമുട്ടുകൾ ഇങ്ങനെ വറച്ച് ചുണ്ടുകളൊക്കെ ഇടറി അവൻ നേരെ പോകും. അങ്ങനെ വളരെ ആത്മാർത്ഥമായി ഹൃദയം ഇങ്ങനെ വിതുമ്പി കണ്ണുനീരൊഴുകി സങ്കടങ്ങൾ അവിടെ മരണപ്പെട്ടു പോയ മഹാത്മാക്കളോട് പറയും. എന്നിട്ട് തിരിച്ചു പോരുമ്പോഴോ തങ്ങൾക്ക് നിന്റെ മൂട് കണ്ടാല് അപകടമാകുമെന്ന് വിചാരിച്ചിട്ട് കുടിയാന പോലെ മാതിരി പിന്നിക്കന്നടിക്കും. ഞാൻ വെറുതെ പറയല്ലത്, പരിഹസിക്കല്ല. കാരണം എന്താ? ആ രൂപത്തിലാണ്. എന്നാ സഹോദരങ്ങളെ, ഇതൊരിക്കലും ഒരു വിശ്വാസിയിൽ ഉണ്ടാകാൻ പാടില്ല, ഇതൊരിക്കലും തന്നെ ഉണ്ടാകാൻ പാടില്ല. അത് ശിർക്കാണ്. നമ്മൾ ഗൗരവത്തോടു കൂടി തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇനി അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എന്ത്? അല്ലാഹു തആലയിൽ നിന്നാണ് നമുക്ക് എല്ലാ നിഅമത്തുകളും ഇറങ്ങുന്നത് അല്ലേ? അല്ലാഹു തആല പറഞ്ഞില്ലേ, നിങ്ങൾ ഇന്ന് ആസ്വദിക്കുന്ന എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും അത് അല്ലാഹുവിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് അത് അല്ലാഹുവിലേക്കാ ചേർത്തി പറയേണ്ടത്. അള്ളാഹിന്റെ തൗഫീഖ് കൊണ്ട്, റബ്ബിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് എനിക്ക് അൽഹംദുലില്ലാ ഈ അനുഗ്രഹം കിട്ടി, വീട് കിട്ടി, മക്കളെ കിട്ടി, ഈ മഴ നമുക്ക് കിട്ടി എന്നതല്ലാതെ അത് ഇന്ന ഞാറ്റുവേല കൊണ്ടാ കിട്ടിയത്, ഇന്ന നക്ഷത്രത്തെ കൊണ്ടാ കിട്ടിയത്, അല്ലെങ്കിൽ ഇന്നാലിന്ന ഔലിയന്റെ കറാമത്തോണ്ടാ കിട്ടിയത് അല്ലേ? കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഡോക്ടറെ കാണിച്ച് എല്ലാ തരത്തിലുള്ള ചികിത്സകൾ നടത്തും. അള്ളാഹിനോട് കുറെ ദ്വാരിക്കും. അവസാനം അല്ലാഹു തആല അവന് ആ ദുആക്ക് ഉത്തരമായി എന്ത് ചെയ്യും? മക്കളെ കൊടുക്കും. ഭാര്യ ഗർഭിണിയായാൽ പ്രസവിച്ച ഉടനെ പോകും എവിടേക്ക്? തൊട്ടടുത്ത മഖാമിലേക്ക്, ഉംറ മഖാമിലേക്ക്. എന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് കുട്ടിയെ ആ കൊടിയെടുത്തൊന്ന് ഒഴിഞ്ഞിട്ട് അവിടുന്ന് ഒരു മധുരം തൊട്ടിട്ട് ആ തങ്ങളുടെ അല്ലെങ്കിൽ മമ്പറം തങ്ങളുടെ ആ ഖബറൊന്ന് തുണിയെടുത്ത് മൂടി അവിടെ പണം കൊടുത്തിട്ട് തിരിച്ചിങ്ങോട്ട് പോരും. ആർക്കാ നന്ദി? ആർക്കാ നന്ദി? അള്ളാഹുവിന്റെ പടപ്പുകൾക്ക്. നോക്കി നിങ്ങൾ. കാരണം എന്താ? അവിടുത്തെ കുരുത്തും വെത്തും കൊണ്ടാ കിട്ടിയത്. സഹോദരങ്ങളെ, ഒരിക്കലും തന്നെ അത്തരത്തിലുള്ള അബദ്ധവിശ്വാസം നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു തആല പറഞ്ഞതായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പറയാണെന്ത്? അല്ലാഹു തആല പറയുന്നുണ്ട്, അസ്ബഅ മിൻ ഇബാദി മുഅ്മിനും ബി കാഫിറുൻ. എന്റെ അടിമകളിൽ ചിലര് എന്നിൽ വിശ്വസിച്ചുകൊണ്ടും അവിശ്വസിച്ചുകൊണ്ടും നേരം പുലരുന്നുണ്ട്. എന്റെ അടിമകളിൽ ചിലവര് രാവിലെ എഴുന്നേൽക്കുമ്പോ ചിലവര് മുഅ്മിനാവും, ചിലവര് കാഫിറാവും. ആര് പറയുന്നു? അല്ലാഹ് പറഞ്ഞു. ആരോട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. എന്താണ് കാഫിറാകാൻ കാരണം? മുഅ്മിനാകാൻ കാരണം? കേട്ടോളൂ. ഫഅമ്മാ മൻ ഖാല ബിമുത്തിർനാ ബിഫദ്ലിഹില്ലാഹി വബിറഹ്മതിഹി. അവർക്ക് തലേന്നൊരു മഴ കിട്ടിയെങ്കിൽ ആ മഴയുടെ കാരണം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. അല്ലാഹ് ഇറക്കി തന്നതാണ്, അവന്റെ റഹ്മത്താണ്, അവന്റെ മഹത്തായ ഔദാര്യമാണ് എന്നൊരാള് റബ്ബിന് ശുക്ർ ചെയ്താൽ മുഅ്മിനും ബി കാഫിറും ബിൽ കൗകബി, അവൻ അല്ലാഹുവിൽ ദൃഢമായി വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ അവന്റെ വിശ്വാസത്തിന് ഒരു കുഴപ്പം വന്നിട്ടില്ല. നാട്ടിൽ നടക്കുന്ന
ഞാറ്റുവേലകളെ അല്ലാഹു അല്ലാത്തവരിലേക്ക് ചേർത്തി പറയുന്നതിനെ അവൻ നിഷേധിക്കുകയും ചെയ്തു. അവൻ തൗഹീദ് ഭദ്രമാക്കി. എന്നാൽ അമ്മാമൻ ഖാല ബിമുത്രിന നൗഇ കദാ വകദാ, ഇന്നാലിന്ന ഖൈറനിക്ക് കിട്ടിയത് അതിന്റെ ഇളയ മോളെ കൊണ്ടാ, അല്ലെങ്കിൽ ഞാനിവിടെ വീട് കുടിയിരുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഉസ്താദ് വന്ന് ദ്വാരന്ന് പോയതിന്റെ ശേഷമാണ്, അല്ലെങ്കിൽ ഇന്നാലിന്ന നക്ഷത്രം കൊണ്ടാണ് എന്നിങ്ങനെ ഏതെങ്കിലും രൂപത്തിലേക്ക് അത് ചേർത്തി പറഞ്ഞാൽ റസൂലുള്ളാഹി പറയുന്നു ഫദാലിക കാഫിറും ബി, അതോടുകൂടി അവൻ കാഫിറായി. കാരണം മുഅ്മിനും ബിൽ കൗകബി, അല്ലാഹുവിന്റെ തൗഹീദിൽ അവൻ വിശ്വസിച്ചു, ഇത്തരത്തിലുള്ള ഞാറ്റുവേലകളിൽ അവൻ വിശ്വസിക്കുകയും ചെയ്തു. ഇത് നമ്മളിൽ പാടില്ല. പല ആളുകളും പറയാറുണ്ട്, എന്താണെന്നറിയില്ല, ഈ പെരണ്ടായതിനു ശേഷം ഭയങ്കര ഖൈറാണ്. പിന്നെ മാത്രല്ല, പിന്നെ ഈ പേഴ്സ് വാങ്ങിയിട്ട് ചിലർ അങ്ങനെ പറയാറുണ്ട്, ഇതിന് മുമ്പ് കുറെ പേഴ്സ് ഞാൻ വാങ്ങി, ഈ പേഴ്സ് വാങ്ങിയിട്ട് പൈസ അല്ലോ നിൽക്കുന്നുണ്ട്. ശിർക്ക സഹോദരങ്ങളെ, ഈ 3 ആൺകുട്ടികൾ ഉണ്ടായതിനു ശേഷം തെക്കടിക്ക് ഇരിഞ്ഞിട്ടില്ലാണ്. എന്റെ ലാസ്റ്റത്തെ പെൺകുട്ടി ഉണ്ടല്ലോ, അൽഹംദുലില്ലാഹ്, ഓൾ ഉണ്ടായതിനു ശേഷം നല്ല ബർക്കത്താ കച്ചവടത്തിന്. എന്റെ എല്ലാ ഐശ്വര്യത്തിനും കാരണം ബളാണ്. ഏത് ഈ കോന്തം നോക്കിയിട്ട് പറയാം, ഭാര്യ നോക്കിയിട്ട് ബളാണ്, ബള് വന്നതിന്റെ ശേഷം ഉണ്ടായത്. എന്തൊക്കെയാണ് മനുഷ്യന്മാരിൽ വരുന്ന വിശ്വാസം? ശിർക്കാണ് പ്രിയപ്പെട്ടവരെ അത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ നിങ്ങൾ പറയാൻ പാടില്ല. അതുപോലെ തന്നെ ലക്ഷണം നോക്കുക, അല്ലേ? ഒരു യാത്രക്ക് വേണ്ടി ഇങ്ങനെ ഇറങ്ങുകയാണ്, അപ്പണ്ട് ഒരു കറുത്ത പൂച്ചാണ്ട് ക്രോസ് ചെയ്തു, ഇന്ന് ശരിയാവില്ല, എങ്ങനെ കയറി. പിന്നെ നോക്കുമ്പോണ്ട് ഒരു വേലിക്കെട്ടായിട്ട് ഒരു ചങ്ങായി എങ്ങനെ പോകും, ഇന്ന് മുഴുവൻ മുസീബത്തിനെ കയറാൻ പറ്റൂല. ചൊർക്ക് കുറഞ്ഞ ഒരാള് വല്ല അംഗവൈകല്യമുള്ളവനോ വെള്ളപ്പാണ്ട് കുടിച്ചോനൊക്കെ പോയി, അവളോട് അവനക്ക് വിശ്വാസമായി. ആ പോണ പോക്കിൽ ചാവി മറന്നച്ചാലോ, വണ്ടിന്റെ ചാവി മറന്നച്ചാലോ തിരിച്ചു മടങ്ങൂല. എന്താ, പോയ കാര്യം ഹൈറാവൂല. അതുകൊണ്ട് മോളെ ഡി ആ ചാവി ഇങ്ങോട്ട് എടുത്തോ, തിരിച്ചു മടങ്ങാൻ വരെ മതി. ഇതൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി പ്രഖ്യാപിച്ച മുസ്ലിം സമുദായത്തിൽ കടന്നു വരുന്ന അബദ്ധ വിശ്വാസങ്ങളാണ്. ഒരിക്കലും നമ്മളത് പറയരുത്. ഫഇദാ ഖസംത ഫതവക്കൽ അലല്ലാഹ്, നീ ഒരു കാര്യത്തിൽ ഉദ്ദേശിച്ചാൽ ഒന്നാമതായി ചെയ്യേണ്ടത് ഫതവക്കൽ അലല്ലാഹ്, നീ അല്ലാഹുവിൽ പരമേൽപ്പിക്കലാണ് ചെയ്യേണ്ടത്. കാരണം വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു, ആരെങ്കിലും അല്ലാഹു തആലയിൽ അവന്റെ ജീവിതത്തെ പരമേൽപ്പിച്ചാൽ അല്ലാഹു അവന് മതിയായവനാണ്. മാത്രമല്ല അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഖലാഇനെ ഖദറിനെ മാറ്റാൻ സഹോദരങ്ങളെ ഏതെങ്കിലും ദിവസങ്ങൾക്കോ മാസങ്ങൾക്കോ ഏതെങ്കിലും വ്യക്തികൾക്കോ ഏതെങ്കിലും ആളുകൾക്കോ സാധിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ്. മുസ്ലിം സമുദായത്തോട് പണ്ഡിതന്മാര് പറഞ്ഞു കൊടുത്തത് എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തല്ല. വീട്ടിൽ നിന്ന് ഹജ്ജിന് പോകുമ്പോ, യാത്രക്ക് പോകുമ്പോ, വീട് പൂട്ടിയിട്ട് ദിവസങ്ങളോളം പോകുമ്പോ അല്ലാഹുവിൽ ബലമേൽപ്പിച്ചിറങ്ങാനാണ് നബിതങ്ങൾ പഠിപ്പിച്ചത്. സ്വഹാബത്ത് അങ്ങനെയാ ചെയ്തത്. പക്ഷേ നമ്മുടെ നാട്ടിലോ ഇതിനെ പുരയിൽ എഴുതിക്കാരുതൂകിൽ ഇതമാകാമില്ല കളവീനതെന്നോവർ, മതിലുകൾ പൊട്ടലും തീയുകൾ കത്തലോ മറ്റും ഫീതന വരില്ല അതെന്നോ. മഹാന്മാരായ ബദരീങ്ങളുടെ പേര് എഴുതി ഒട്ടിച്ച ഒരു ഷീറ്റ്, ഒരു ചാർട്ട് വീട്ടിൽ തൂക്കിയിട്ടിട്ട് എനിക്ക് എവിടെയും പോകാം, അവരാണ് നിന്റെ കാവൽക്കാർ. നോക്കി നിങ്ങൾ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവിന്റെ ശക്തിയും കുദറത്തുമല്ലാത്ത ഒന്നും തന്നെ നമ്മളെ പരിചരിക്കുന്നില്ല, സംരക്ഷിക്കുന്നില്ല. ഇതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. എന്നാൽ ആളുകൾക്ക് വിശ്വാസം അവിടെയും പിഴച്ചുപോയി. നോക്കണം നിങ്ങള്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മള് ഒരിക്കലും മക്കയിലെ മുശ്രിക്കുകളുടെ പ്രവർത്തനത്തിൽ നമ്മൾ പ്രവർത്തിക്കരുത്. മക്കയിലെ മുശ്രിക്കുകളുടെ സ്വഭാവം എന്താ? ഓരോരു പ്രോഗ്രാമിന് ഒരു തയ്യാറെടുത്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ അവരുടെ വീട്ടിലുള്ള പക്ഷികളെ കൂട്ടുന്നെടുക്കും, എന്നിട്ടോ ഒറ്റ പറപ്പിക്കലാണ്. പക്ഷി നേരെ വലത്തെ ഭാഗത്തേക്കാ പറഞ്ഞെങ്കിൽ അന്നത്തെ യാത്ര ഹൈറാണ്, ഉദ്ദേശം പൂർത്തിയാവും. പക്ഷി ഇടത് ഭാഗത്തേക്കാ പറഞ്ഞെങ്കിലോ യാത്ര സ്റ്റോപ്പ് ചെയ്യും. അതുപോലെ തന്നെ കഅബാലയത്തിനകത്ത് അവര് ആരാധിച്ചിരുന്ന ലാത്ത മനാത്ത ഹുബൽ പോലെയുള്ള ഔലിയാക്കന്മാരുടെ രൂപമുണ്ടല്ലോ, ആ കല്ലുകളില് അവരെന്ത് ചെയ്യും? അമ്പിന്റെ ഒരു കൊട്ട തൂക്കിയിട്ടുണ്ടാവും. അമ്പ്, ആ അമ്പിൽ ഇഫ്അൽ ലാ തഫ്അൽ, പ്രവർത്തിച്ചോ പ്രവർത്തിക്കണ്ട, രണ്ടെണ്ണം ഉണ്ടാവും. എന്നിട്ട് നേരെ പോയിട്ട് ഒരു അമ്പിന് പൊക്കി വെക്കും. അതിൽ ഇഫ്അൽ ആണോ എങ്കിൽ മുന്നോട്ട് പോകും, ലാ തഫ്അൽ പ്രവർത്തിക്കണ്ടെന്നാണോ ആ പരിപാടി അന്ന് സ്റ്റോപ്പ് ചെയ്യും. നമ്മുടെ നാട്ടിലുണ്ട്, കലണ്ടർ നോക്കിയിട്ട് നെഹ്സ് വെക്കുക, അല്ലേ? നെഹ്സ് ഇപ്പൊ എന്താണ്? മകളെ കല്യാണം നടത്താൻ പറ്റുമോ? കുടിരിക്കൽ പറ്റുമോ? അല്ലേ? യാത്ര പോകാൻ പറ്റുമോ? പറ്റൂല. മുഹറം മാസാണ്, നെഹ്സാണ്. അങ്ങനെ നെഹ്സ് നോക്കിയിട്ട് ശുഭലക്ഷണം നോക്കുക. സഹോദരങ്ങളെ, ദുർലക്ഷണങ്ങൾ നോക്കുക. ഇത് പാടില്ല. ഇത് യഥാർത്ഥത്തില് ഫതാവ ഹദീസയിൽ പറയുന്നുണ്ട്, ഫഇന്ന ദാലിക മിൻ സുന്നത്തിൽ യഹൂദിയ്യ, ഇത് യഹൂദികളുടെ സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റദ്ദതഹു തീറ മൻ ഹാജ, മൻ റദ്ദതഹു തീറതു മൻ ഹാജ. ഒരാളെ ഒരു
ആവശ്യത്തിൽ നിന്ന് ഈ ലക്ഷണങ്ങൾ തടഞ്ഞാൽ എന്ന് പറഞ്ഞ ഒരു പരിപാടിക്ക് ഇറങ്ങുമ്പോ ഈ രൂപത്തിൽ എന്തെങ്കിലും ലക്ഷണത്തിന്റെ പേരിൽ ആ യാത്ര അല്ലെങ്കിൽ ആ പ്രോഗ്രാം ആ സംവിധാനം മുടക്കിയാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഫഖദ് അശ്റക, അവൻ ശിർക്ക് ചെയ്തു. സ്വഹാബത്ത് ചോദിച്ചു, മാ കഫാറത്തു ദാലിക യാ റസൂലല്ലാഹ്, അങ്ങനെ ഞങ്ങൾ സംഭവിച്ചാൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് നബിയേ? അവിടുന്ന് പറഞ്ഞു, അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക വലാ ത്വയ്റ ഇല്ലാ ത്വയ്റുക വലാ ഇലാഹ ഇല്ലാ ഗൈറുക. എന്താണ് അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ ഖൈറ ഇല്ലാ ഖൈറുക, നിന്നിൽ നിന്നല്ലാതെ വേറൊരു ഖൈർ എവിടെയുമില്ല. വലാ ത്വയ്റ ഇല്ലാ ത്വയ്റുക, നിന്നിൽ നിന്നല്ലാത്തൊരു ശർറ് വേറെ എവിടെയുമില്ല. അതുകൊണ്ട് വലാ ഇലാഹ ഗൈറുക, നീയല്ലാത്തൊരു ഇലാഹ് വേറെയുമില്ല. ഇതാണ് തൗഹീദ്. ഈ ത്യാഗത്തിലൂടെ സഹോദരങ്ങളെ നമ്മൾ ശിർക്കിൽ നിന്ന് മുക്തമാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ഇതിനെ കാണേണ്ടതുണ്ട്. മറ്റൊരു മേഖലയാണ് എന്ത്? ഗൈബ് അറിയുന്നവരാണ് തങ്ങന്മാര്, ജ്യോത്സ്യന്മാര്, കണക്ക് നോട്ടക്കാര് എന്നാണ് ചില ആളുകൾ വിശ്വസിച്ചിട്ടുള്ളത്. ഗൈബ് അല്ലാഹു അല്ലാത്ത ഒരാൾക്കും അറിയൂല. കുല്ലാ അഗ്ലമുൽ ഗൈബ്, പറയൂ നബിയേ, കുല്ലാ അഗ്ലമുൽ ഗൈബ്, ഒരിക്കലും തന്നെ ഗൈബ് എനിക്ക് അറിയൂല. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്ത് ജിന്നിലൂടെ പറഞ്ഞില്ലേ, ലാ അഗ്ലമുൽ ഗൈബ് വലാ യുദറു അലാ ഗൈബി അഹദാ ഇല്ലാ മൻ ഇർതദാ മിർ റസൂൽ. അല്ലാഹു തആലയല്ലാതെ ഗൈബ് അറിയുന്നവനില്ല. അല്ലാഹു തെരഞ്ഞെടുത്ത ഇഷ്ടപ്പെട്ട റസൂലുമാർക്കല്ലാതെ അറിയിച്ചു കൊടുക്കൂല. അപ്പൊ അല്ലാഹ് അറിയിച്ചു കൊടുക്കുമ്പോൾ ആരറിയും? അമ്പിയാക്കന്മാർ ഗൈബ് അറിയും. അല്ല എങ്കിൽ ഗൈബ് അറിയാൻ പറ്റൂല. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള വിശ്വാസോ, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കമാഞ്ഞാ നിങ്ങളുടെ കൽഭാഗമെന്നോവര്, കണ്ണിൽ കാണാത്തതും കൽഭാഗത്തുള്ളതോ കൺകണ്ട് കണ്ടപ്പോൾ കാട്ടി പറഞ്ഞോവർ. ഹൃദയത്തിലുള്ളത് കണ്ണിൽ കണ്ട പോലെ പറയും, കുപ്പിനുള്ള വസ്തു കാണുന്ന പോലെ ഹൃദയത്തിലുള്ളത് പറയുന്ന. ഒരിക്കലും ശൈഖ് ജീലാനി പറയൂല, ഒരു വലിയും അത് പറയൂല. കാരണം എന്താണ് സഹോദരങ്ങളെ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലേ എല്ലാ ഔലിയാക്കളുടെയും നേതാവ്. ആ നബി തങ്ങൾ സയ്യിദുനാ ഹബീബുനാ ഷഫീഉനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതെന്താ? 6-ാം അധ്യായം സൂറത്തുൽ അൻആമിന്റെ 50-ാമത്തെ ആയത്ത് നോക്ക്. കുല്ലാ ഖൂലകും ഇൻദി ഖസാഇനുല്ലാഹ്, അല്ലാഹുവിന്റെ ഖജനാവുകൾ എന്റെ കയ്യിലുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. വലാ അഗ്ലമുൽ ഗൈബ, എനിക്ക് ഗൈബ് അറിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. എന്നാൽ വലൗ കുൻത അഗ്ലമുൽ ഗൈബ, എനിക്കെങ്ങാനും മറഞ്ഞ കാര്യങ്ങള് അല്ലാഹ് അറിയിച്ചു തരാതെ തന്നെ നിരുപാധികം അറിയാൻ കഴിയുമെങ്കിൽ ലഅസ്തഗ്ഫർതു മിനൽ ഖൈർ, ഞാൻ ഒരുപാട് ഖൈർ വാരിക്കൂട്ടുമായിരുന്നു. മാത്രമല്ല വമാ മസ്സനിയസൂ, എനിക്ക് ഒരു ഉപദ്രവവും ബാധിക്കുമായിരുന്നില്ല. ശത്രുക്കൾ ആട്ടിൻ മാംസത്തിൽ വിഷം പുരട്ടി കൊടുത്തു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചു. ശത്രുക്കൾ കുഴിച്ചു വെച്ച ചതിക്കുഴിയിൽ നബി തങ്ങൾ വീണു, അവിടുത്തെ പല്ല് മുറിഞ്ഞു പോയി. അതുപോലെ തന്നെ വാരിയലിലേക്ക് പടച്ചട്ടയുടെ ക്ലിപ്പുകൾ തുളഞ്ഞു കയറി. എന്തെല്ലാം ദുരിതങ്ങൾ, പ്രയാസങ്ങൾ സഹോദരങ്ങളെ നബി തങ്ങൾ ഏറ്റുവാങ്ങി. അതുപോലെ തന്നെ അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുമ്പോഴോ ആ വഹീന്റെ അടിസ്ഥാനത്തിൽ എത്രയെത്ര കാര്യങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിലുള്ള ജ്യോത്സ്യന്മാര്, തങ്ങന്മാര്, ഈ തൊൽസമാത്തിന്റെ ആളുകള്, ഇവരൊക്കെ ഇത്തരത്തിലുള്ള സംഗതികൾ അറിയുമെന്ന് വിചാരിച്ചുകൊണ്ട് ആരെങ്കിലും അതൊക്കെ നോക്കിക്കൊണ്ട് അവരുടെ അരികിൽ പോയാലോ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മൻ താഖായിനൻ സദ്ദഖഹു ബിമാ യഖൂലു ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആരെങ്കിലും ഒരു കൈനോട്ടക്കാരനെ സമീപിച്ചു, അല്ലെങ്കിൽ പാൽക്കണക്ക് അടിക്കണക്ക് എന്നും പറഞ്ഞിട്ട് ഒരു പണിയില്ലാത്ത ഇസ്മിന്റെ പണി ഉണ്ടല്ലോ, പേരിനൊരു പണി, ആ പേരിനൊരു പണി എടുക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോയാലും ശരി, അവർ പറയുന്നത് വിശ്വസിച്ചാൽ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്തുപോയി. മാത്രമല്ല അവരരികിൽ പോയാൽ തന്നെ യഥാർത്ഥത്തിൽ 40 ദിവസത്തെ അവന്റെ നമസ്കാരം ബാത്തിലാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചികിത്സിക്കണം ഹലാലും ത്വയ്യിബുമായ മാർഗത്തിലൂടെ. അതോടൊപ്പം ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള മന്ത്രങ്ങളുണ്ട്, ദിക്റുകളുണ്ട്, ദുആകളുണ്ട്. അത് നമ്മൾ ഉരുവിടണം, അത് കൈകളിൽ ഊതണം, ശരീരത്തിൽ തടവണം. ചെയ്യാൻ കഴിയാത്ത ഒരാൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കുകയും ചെയ്യാം. അതൊന്നും തെറ്റല്ല. എന്നാൽ ഉറുക്ക് കെട്ടുക, ഏലസ് കെട്ടുക, ഐക്കല്ല് കെട്ടുക, മന്ത്രിച്ചൂതിയ നൂല് കെട്ടുക, അതെല്ലാം പ്രിയപ്പെട്ട സഹോദരങ്ങള് ഇസ്ലാം വിലക്കിയിട്ടുള്ളതാണ്. ഇസ്ലാം വിലക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും തന്നെ മക്കത്തെ മുശ്രിക്കീങ്ങൾ
മുശ്രിക്കുകൾ ചെയ്ത പ്രവർത്തനങ്ങൾ നമ്മൾ ഏർപ്പെടാൻ പാടില്ല. ചില ആളുകളൊക്കെ കുട്ടികൾക്ക് കണ്ണീർ തട്ടാതെക്കാൻ വേണ്ടിയിട്ട് ചരട് കെട്ടി കൊടുക്കും. അതുപോലെ ചെറിയൊരു മണി കൂച്ച്, ചിലവരോ കണ്ടൻസർ എന്താ ഐക്കല്ല് അത് കൊണ്ടുപോയിട്ട് തങ്ങളടുത്ത് വാങ്ങിയിട്ടോ ചാർത്ത് വാങ്ങിയിട്ടോ കൊണ്ടുപോയി കെട്ടും. ചിലവര് വീട് വെക്കുമ്പോ പച്ചക്കറി തോട്ടത്തിലൊക്കെ കരിക്കണ്ണ നോക്കുന്നും പറഞ്ഞിട്ട് ഒരു ജാക്കറ്റിനുള്ളിൽ കുറെ ബൈക്കോലും തുണിയൊക്കെ കുത്തിത്തിരികെ ഒരു പാൻറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കോലം വെക്കും. ഇതൊന്നും ശരിയല്ല, ഇസ്ലാമല്ല, എല്ലാം ശിർക്കാണ്, ഹറാമിന്റെ വഴികളാണ്. എന്നാൽ റസൂലുള്ളാഹി പറയാണെന്ത് കാനൽ അറബു യുഅല്ലഖൂന അലാ ഔലാദിഹിം, പണ്ഡിതന്മാർ പറയാണ് അറബികളിൽപ്പെട്ട ചില ആളുകൾ കുട്ടികൾക്ക് ഈ രൂപത്തിൽ ഒരു മണിയുള്ള ചരട് കെട്ടി കൊടുക്കും. യത്തഖൂന ബി അൽ അയുനി, കണ്ണേറ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നവർ അത് വിശ്വസിക്കുന്നു. ബിസഅമിഹിം, അവരുടെ വാദം അതാണ്. എന്നാൽ ഫഅബ്തലഹുൽ ഇസ്ലാം, ഇസ്ലാം അതിനെ ബാത്തിലാക്കി. എന്നാലോ കണ്ണേറ് സത്യമല്ലേ ആണ്, സുഹിർ സത്യമല്ലേ ആണ്, അത് ബാധ ഉണ്ടാവില്ലേ? ഉണ്ടാകും. അത് ഉണ്ടായാൽ എന്ത് ചെയ്യണം? അതിന് ഇസ്ലാം പഠിപ്പിച്ചു, നിങ്ങൾ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ ബിസ്മില്ലാഹി അർഖീക് മിൻ കുല്ലി ഷൈഇൻ നുദീക് മിൻ ശർരി കുല്ലി നഫ്സിൻ വഅയ്നിൻ ഹാസിദിൻ അല്ലാഹു യശ്ഫീകും ബിസ്മില്ലാഹി അർഖീക് أعيذهم بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة أعيذهم بكلمات الله التامة من غضبه وعقابه ومن شر عباده ومن همزات الشياطين وأعوذ بك ربي أن يحضرون أعيذهم بكلمات الله التامات التي لا يجاوزهن برا ولا فاجرا من شر ما ينزل من السماء ومن شر ما يخرج فيها ومن شر فتنة الليل والنهار ومن شر تبارك الليل والنهار إلا طارقا نترك بخير يا رحمن. ഇതൊക്കെ അതിനുള്ള പ്രാർത്ഥനയാണ്. ആയത്തുൽ കുർസി, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ റബ്ബിൽ ഫലഖ്, ഖുൽ റബ്ബിൻ നാസ്, ഇതെല്ലാം ചൊല്ലാം, ഊതി കൊടുക്കാം, തടവി കൊടുക്കാം. ഇതെല്ലാം സഹോദരങ്ങളെ ഇസ്ലാം പഠിപ്പിച്ചതാണ്. എന്നാൽ ഈ രൂപത്തിൽ ഖൈബറിയമെന്ന് വിശ്വസിച്ച് ഇത്തരത്തിലുള്ള പട്ടന്മാരരികിലേക്ക്, ജ്യോത്സ്യന്മാരരികിലേക്ക്, കണക്കന്മാരരികിലേക്ക്, ആ മുസ്ലിം പേരുള്ള ഏത് തങ്ങന്മാരാകട്ടെ ബീവിമാരാകട്ടെ എവിടെ പോയാലും ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പിന്നെ നമ്മൾ പുറത്തു പോകുന്നു. മാത്രമല്ല അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നമ്മൾ മരിച്ചാൽ ആ മയ്യത്ത് പോലും നിസ്കരിക്കാൻ പറ്റൂല എന്ന് ഞാനല്ല പറയുന്നത്. ഹുദൈഫ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദർസിൽ നിന്ന് ദീൻ പഠിച്ച ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാണ് അന്നഹു ദഖല അലാ മരീദിൻ യഊദു, ഞാൻ ഒരു രോഗിയെ സന്ദർശിക്കാനും പ്രാർത്ഥിക്കാനും വേണ്ടിയിട്ട് പോയി. അങ്ങനെ ഞാൻ രോഗിന്റെ അരികിൽ നിന്ന് ഫലമസഖലതഹു ഫഇദാ ഫീഹി ഖൈതുൻ, ഞാൻ ആ രോഗിയുടെ ചുമലിങ്ങനെ വെറുതെ തടവി, നമ്മൾ അങ്ങനെയുള്ള പോകുമ്പോൾ തടവി നോക്കും. ആ സമയത്ത് ഫഇദാ ഫീഹി ഖൈതുൻ, ഒരു നൂലിങ്ങനെ അവിടെ കണ്ടു. ആ സമയത്ത് ഫഖാല മാ ഹാദാ, ഹുദൈഫ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ സ്വഹാബി ചോദിച്ചു എന്താണോ? ഖാല ശൈഉൻ റുഖിയത്തു ലി ഫീ, അത് എനിക്കിങ്ങനെ രോഗം മൂർച്ഛിച്ചപ്പോൾ എത്രയായിട്ട് മാറില്ല, അപ്പൊ ഞാൻ കൊണ്ടേ മന്ത്രിച്ചൂതി കെട്ടിയതാണ്. ഫഖതഅഹു, കേട്ടോളി, അഹ്ലുസുന്നയുടെ വിശ്വാസമാണ്, അത് പൊട്ടിച്ചങ്ങ് കളഞ്ഞു. ഫഖാല, എന്നിട്ട് അവൾ പറഞ്ഞു ലൗ മിത്ത വഹുവ അലൈക മാ സല്ലൈതു അലൈക, നീ ഈ നൂല് വെച്ചുകൊണ്ടെങ്ങാനും മരിച്ചു പോയാൽ വല്ലാഹി ഞാൻ നിനക്കൊരിക്കലും മയ്യത്ത് നമസ്കരിക്കൂല. അതുകൊണ്ട് ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹ് വജലത് ഖുലൂബുഹും ഫഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. അല്ലാഹു തആല പറയുകയാണ്, വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവർ ആരാണ്? അല്ലാഹുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ, അല്ലാഹുവിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ ഈമാൻ അവർക്ക് വർദ്ധിക്കുകയാണ്, ഹൃദയം ഇങ്ങനെ വിതുമ്പുകയാണ്, പേടിച്ചുകൊണ്ട് വിറക്കുകയാണ്. മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ അല്ലാഹുവിൽ ജീവിതത്തെ പൂർണ്ണമായി അങ്ങ് വരമേൽപ്പിച്ചവരാണ്. അങ്ങനെ സഹോദരങ്ങളെ നമുക്ക് വരമേൽപ്പിക്കാൻ സാധിച്ചാൽ നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയും. ആ രൂപത്തിൽ സ്വർഗത്തിൽ പോകാൻ സാധിക്കുന്ന ഒരവസ്ഥ അല്ലാഹു തആല നമുക്ക് നൽകുമാറാകട്ടെ. അതിന് ഒരുപാട് ത്യാഗങ്ങൾ നമ്മൾ അനുഷ്ഠിക്കേണ്ടതുണ്ട്. വിശ്വാസ മേഖല മാത്രം ഭദ്രമായാൽ ഒരു കാര്യമില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ കർമ്മങ്ങൾ പൂർണ്ണമാകേണ്ടതുണ്ട്. കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ അത് സ്വീകരിക്കലാണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും മത്താ കൂന ഹവാ അത്തബഅ ലിമാ ജിഅതു ബി, ഞാൻ കൊണ്ടുവന്ന സുന്നത്തിനോട് 100% ഒരാള് അയാളുടെ മനസ്സ്, അയാളുടെ ശരീരം കീഴൊതുങ്ങുന്നത് വരെ അവന് മുഅ്മിനാവൂല. എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ സുന്നത്തുകളെ ഇഷ്ടപ്പെടണം, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം, അല്ലെങ്കിൽ മുഅ്മിനാവൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്നത ഇല്ലാ മൻ അബാ, എന്റെ ഉമ്മത്തിൽ നിന്ന് എല്ലാവരും സ്വർഗ്ഗത്തിൽ പോകുന്നതാണ്, ഇല്ലാ മൻ അബാ, വിസമ്മതിച്ചവർ ഒഴികെ. സ്വഹാബത്ത് ചോദിച്ചു, ഖീല വമൻ അബാ യാ റസൂലല്ലാഹ്, ആരാണ് നബിയെ വിസമ്മതിച്ച കൂട്ടര്? ഖാല വമൻ അതാഅനി ദഖലൽ ജന്ന വമൻ നസാനി ഫഖദ് അബാ,
ആര് എന്റെ സുന്നത്തിനെ സ്വീകരിച്ചുവോ അവർ എന്നോടൊപ്പമാണ് സ്വർഗത്തിൽ. അവരാണ് സ്വർഗത്തിൽ പോവുക. എന്റെ സുന്നത്തുകൾക്കെതിരെ ജീവിച്ചവർ, അത് അവഗണിച്ചവർ, അതിനെതിരായി ചിന്തിച്ചവർ, അവരാണ് വിസമ്മതിച്ചവർ, അവർ നരകത്തിലാണ്. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ജീവിതത്തിൽ പഠിപ്പിക്കാത്ത, പിൽക്കാലത്ത് ദീനിന്റെ പേരിൽ കടന്നുകൂടുന്ന അനാചാരങ്ങളെ നാം വാരിപ്പുണർന്നാലോ സഹോദരങ്ങളെ രക്ഷപ്പെടാൻ പറ്റൂല, ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റൂല. പക്ഷെ നമ്മുടെ നാട്ടിൽ അത്തരത്തിലുള്ള വ്യാപകമായ അനാചാരങ്ങളാകുന്ന എത്തിക്കണ്ണികൾ ഇസ്ലാമാകുന്ന ഈ പരിശുദ്ധ മരത്തിൽ പടർന്നു പന്തലിച്ച് പുഷ്പിച്ച് കായ്ച്ചു. അതെല്ലാം നുള്ളിപ്പൊളിച്ച് വലിച്ചെറിഞ്ഞ് പറിച്ചതായ യഥാർത്ഥമായ ഇസ്ലാമാകുന്ന വരവൃക്ഷം കാണിച്ചു കൊടുക്കുമ്പോ ചില ആളുകൾ പറയും, കണ്ടോ കണ്ടോ നല്ല നല്ല കാര്യങ്ങളെ മുഴുവനും നിഷേധിക്കുന്നു, തള്ളിക്കളയുന്നു എന്ന്. എന്നാ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, ഒരു നല്ല കാര്യവും ഒരു ഖൈറും ഇസ്ലാമിൽ ഖൈറാക്കി നമ്മളാരും തള്ളിക്കളഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത് വമ്പിച്ച പുണ്യമുള്ള കാര്യമാണ്. പേര് കേൾക്കുമ്പോ ചുണ്ട് ചലിപ്പിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, അല്ലാത്ത പിശുക്കനാണ്, മുനാഫിക്കാണ്. ഒന്ന് ചൊല്ലിയാൽ 10 പ്രതിഫലം എന്ന റിപ്പോർട്ടിലുണ്ട്. മറ്റൊരു റിപ്പോർട്ടിൽ 10 പാപം പൊറുക്കും, 10 നന്മ എഴുതും, 10 പദവി അല്ലാഹു ഉയർത്തും. നമുക്ക് ചെല്ലാം. വ്യാഴാഴ്ച രാമെന്ന് പറയും, വെള്ളിയാഴ്ച രാമെന്ന് പറയുന്ന വ്യാഴാഴ്ച വൈകുന്നേരം മുതൽ സ്വലാത്തുകൾ നമുക്ക് വർദ്ധിപ്പിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാങ്ക് കൊടുത്ത സമയത്ത് സ്വലാത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട്, വുളൂ ചെയ്തതിനു ശേഷമുണ്ട്. ഇങ്ങനെ സഹോദരങ്ങള് ഈ രൂപത്തിലുള്ള സ്വലാത്ത് പഠിപ്പിക്കപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം നമ്മൾ സ്വലാത്ത് കൃത്യമായി ചൊല്ലണം. അല്ലാത്ത ഒഴിവുള്ള സമയങ്ങളിൽ ചൊല്ലണം. അതുപോലെ നാവിന് ഏറ്റവും എളുപ്പമുള്ളത് തുലാസിൽ അല്ലാഹു തആല നാളെ ഏറ്റവും കനം തൂക്കി തരുന്നത്, അതുപോലെ തന്നെ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് തുടങ്ങിയ ദിക്റുകൾ ഇതൊക്കെ നമ്മൾ വ്യാപകമായി ചൊല്ലേണ്ടതുണ്ട്. നിരന്തരം അല്ലാഹുവിനോട് നമസ്കാരം കഴിഞ്ഞാൽ നമ്മൾ ഇരുന്ന് ദുആ ചെയ്യേണ്ടതുണ്ട്. ഇതിനൊന്നും ആർക്കും തർക്കമില്ല. പക്ഷേ ഇതിന്റെ എല്ലാം മറവിൽ നമ്മുടെ നാടുകളിൽ നടക്കുന്ന വ്യാജ സ്വലാത്തുകൾ, നാരിയത്ത് സ്വലാത്ത്, അഅ്ലമു സ്വലാത്ത്, താജ് സ്വലാത്ത്, സ്വലാത്ത് വക പെട്ടി, സ്വലാത്ത് വക വാർഷികം, എന്നിട്ട് അതിനുവേണ്ടി ചീർണി സ്വലാത്ത്, അങ്ങനെ പ്രത്യേകമായ ആളുകളെ കൂട്ടിയിട്ട് പണപ്പിരിവ് നടത്തിയിട്ട് സ്വലാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് കയറ്റിയേക്കുന്നു എന്നും പറഞ്ഞിട്ട് 1,00,000 സ്വലാത്ത്, 70,000 വട്ടം സ്വലാത്ത്, അങ്ങനെ സ്വലാത്ത് ചൊല്ലി എണ്ണിയിട്ട് ഇത്ര വട്ടമാണെന്ന് പറഞ്ഞ് അത് പാർസലാക്കുന്ന സംവിധാനം, ഇതെല്ലാം പിൽക്കാലത്ത് കടന്നുകൂടിയ ബിദ്അത്തുകളാണ്, നാട്ടാചാരങ്ങളാണ്. അതിനെയാണ് നമ്മൾ എതിർത്തിട്ടുള്ളത്. അപ്പോ യഥാർത്ഥ ദിക്റുകളെയും സുന്നത്തുകളെയും സ്വലാത്തിനെയും അംഗീകരിച്ച നമ്മള് ബിദ്അത്തുകൾ എതിർക്കുമ്പോൾ അത് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ മുൻകൂട്ടി പറഞ്ഞു പരത്തുകയാണെന്ത്, കണ്ടോ ദിക്റിനെതിരാണ്, സ്വലാത്തിനെതിരാണ്, അതുപോലെ തന്നെ മുത്തുനബി സാധാരണ മനുഷ്യനാണ് എന്ന് പറയുന്നവരാണ്. ഇതെല്ലാം ആരോപണമാണ് മുഅ്മിനീങ്ങളെ. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തില് ഏറ്റവും നിർണായകമായ ഒരു പ്രതിസന്ധിയാണ് മരണം. ആ മരണം കടന്നു വരുമ്പോൾ ആ മയ്യത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രയെത്ര സുന്നത്തുകളാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ സുന്നത്തുകൾ മാത്രമേ നമ്മൾ ചെയ്യാവൂ. കൂലി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്ത പിൽക്കാലത്ത് കടന്നുകൂടിയ ജനാസയുമായി ബന്ധപ്പെട്ട അനാചാരങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല. പക്ഷെ അത് ചെയ്യാത്തതിന്റെ പേരിൽ, സുന്നത്ത് മാത്രം ചെയ്യുന്നതിന്റെ പേരിൽ മയ്യത്തിനോട് ഒരു താല്പര്യമില്ലാത്ത ആളുകളാണ് മുജാഹിദുകള്. മരിച്ചു കഴിഞ്ഞാൽ ഒരു പശുവൊക്കെ ചത്തമാതിരി അവിടെ തുണിയിട്ട് അങ്ങനെ തിരിഞ്ഞെടുക്കും. പിന്നെ ഓത്തുമില്ല, ദിക്റുമില്ല, ദുആഇല്ല. മയ്യത്ത് കൊണ്ടുപോകുമ്പോഴോ വല്ല അധികൃതർ കാണാതെ ഫോറസ്റ്റിൽ നിന്ന് തേക്കൊക്കെ മുറിച്ചിട്ട് കൊണ്ടുപോകണ മാതിരി അങ്ങനെ കൊണ്ടുപോകും. എന്നിട്ടാണ് കൊണ്ടുപോയി കുഴിച്ചിടും. മഹാദല്ലാ, പാപ്പാനെ പറ്റി, ഉമ്മാനെ പറ്റി, സഹോദരങ്ങളെ, കുടുംബത്തിനെ പറ്റി, അംഗങ്ങളെ പറ്റി അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നു, പറയുന്നു എങ്കിൽ ഞങ്ങൾക്കത് സഹിക്കാൻ കഴിയൂല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ, ഇദാ മാത്തൽ ഇൻസാനു ഇൻഖത അമലു, നിങ്ങളിൽ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ അമലുകൾ മുഴുവനും മുറിഞ്ഞു പോകും. ഇല്ലാ മിൻ സലാത്ത്, 3 എണ്ണം ഒഴിച്ച്. ആ 3 എണ്ണം ഏതാണ്? ഒന്ന് അൽ ഇൽമുൻ നാഫിയ, ഉപകാരപ്രദമായ ഇൽമ്. ഇപ്പൊ ഇതുപോലെ നമ്മൾ ഖുർആനിന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അഹ്ലു സുന്ന പഠിപ്പിച്ച വിശ്വാസങ്ങളും ആചാരങ്ങളും പറഞ്ഞു കൊടുക്കുമ്പോ ഇതിനെതിരായി ജീവിച്ചിരുന്ന ഒരു സഹോദരൻ ഇത് കേട്ടിട്ട് സഹോദരങ്ങളെ ആ നാട്ടാചാരങ്ങളെ അനാചാരങ്ങളെ ഒഴിവാക്കിയിട്ട് റസൂലുള്ളാഹിന്റെ സുന്നത്തുകളെ അങ്ങ് സ്വീകരിച്ചാലോ, ആ സഹോദരൻ ഇത് ചെയ്യുമ്പോ എനിക്കൊരു കൂലിയുണ്ട്, എന്നാ ഓന്റെ അമലിലൊന്നും കുറയൂല. ഞാൻ മരിച്ചാലും ആ സഹോദരൻ അമൽ ചെയ്യുമ്പോ എന്റെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം അല്ലാഹു തആല നൽകുന്നതാണ്.
അതോടൊപ്പം തന്നെ സദഖത്തുൻ ജാരിയ, ദീനിന്റെ മാർഗത്തില് അള്ളാഹിന്റെ വജി ഉദ്ദേശിച്ചു കൊടുത്തിട്ടുള്ള ദാനകർമ്മങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പള്ളി ഉണ്ടാക്കിയത്, മദ്രസ ഉണ്ടാക്കിയത്, അങ്ങനെയുള്ള സംരംഭങ്ങൾ ഉണ്ടാക്കിയത്, അതെല്ലാം പിൽക്കാലത്ത് നമുക്ക് മഹ്ശറയില്, ഖബറില്, സ്വർഗത്തിലേക്കെല്ലാം വമ്പിച്ച പ്രതിഫലമായ മുതൽക്കൂട്ടാണ്. മൂന്നാമതായി പറഞ്ഞു വലതുൻ സ്വാലിഹുൻ യദ്ഊല, സ്വാലിഹായ സന്താനങ്ങള്, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കള്, അതും നമുക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. സഹോദരങ്ങളെ, ആ രൂപത്തിലുള്ള മക്കളെ സൃഷ്ടിക്കാനാണ് മുജാഹിദുകൾ പരിശ്രമിക്കുന്നത്. അല്ലാതെ ആത്മാർത്ഥമായി മക്കൾ മയ്യത്ത് നമസ്കരിച്ച് ദുആ ചെയ്ത് ഇടക്കിടക്ക് ഖബർ സിയാറത്ത് ചെയ്ത് ആ മക്കള് മാതാപിതാക്കൾക്ക് വേണ്ടി തേടുന്നതിന് പകരം അതൊക്കെ നാട്ടിലുള്ള പണ്ഡിതന്മാരങ്ങ് ഏൽപ്പിച്ചിട്ട് അവര് പടപടയായി വന്ന് ഇസ്ലാമിലില്ലാത്ത 3, 7, 40 ആണ്ടും ഒക്കെ അങ്ങ് ചെയ്തിട്ട് കുറെ പൈസ അങ്ങ് വലിച്ചെറിഞ്ഞു കൊടുക്കുക, ഭക്ഷണം അങ്ങ് വലിച്ചെറിഞ്ഞു കൊടുക്കുക, എന്നിട്ട് അതിന്റെ കൂലി അങ്ങ് എത്തിക്കോളുമെന്ന് ആരൊക്കെയോ പറഞ്ഞ് നമ്മെ തെറ്റിദ്ധരിപ്പിച്ചു. ഇല്ല, മറിച്ച് റസൂലുള്ളാഹി പറയുന്നു, ഒരു ദമ്പതികൾ സ്വർഗത്തിലെത്തി. ആര്? മാതാപിതാക്കൾ. അള്ളാഹു അവർക്ക് ഇങ്ങനെ പദവി ഏറി കൊടുത്തു. അവർ അള്ളാഹിനോട് ചോദിക്കുന്നു, അയ്യ റബ്ബി അന്നാ ലിഹാദാ, എന്താ പടച്ചോനെ ഇത്രമാത്രം വലിയ പ്രതിഫലം ഞങ്ങൾക്ക്, ഇതിനകത്തുള്ള അമൽ ഞങ്ങൾ ചെയ്തിട്ടില്ലല്ലോ. ആ സമയത്ത് അള്ളാഹു പറയും, നിന്റെ വഫാത്തിന് ശേഷം നിന്റെ മക്കൾ നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിന് ചോദിച്ചതാ. സഹോദരങ്ങളെ, മക്കൾ നമുക്ക് അല്ലാഹു ചെയ്ത ഔദാര്യമാം. നഹ്ൽ എന്ന സൂറത്തോതി നോക്കിയത് വ്യക്തമാം. ഖൽബിന്റെ കനിയാ മക്കളെന്ന് ഹദീസത് കാണാം. അബൂയഹ്ലാറവാഹു മുസന്നദിൽ അവരില്ല എങ്കിൽ അന്ന് നിസ്സഹായനാ. നീ കേവനായാൽ തന്നെയും ബലഹീനനാ. ചുരുക്കി പറഞ്ഞാൽ ഏത് വൻപിടിപാടോ തൂങ്ങുന്നതല്ലൊരു തുള്ളി രക്തത്തോടോ. മൗത്തിന്റെ ശേഷം നിന്റെ മേലലിവോട് പ്രാർത്ഥിക്കലും അവരല്ലേ ഓറപ്പോടെ. അവർക്കുള്ള പ്രാർത്ഥനയാൽ പ്രതിഫലം നിനക്കുണ്ട്, അതുകൊണ്ട് ഖബറ് വിശാലമാവലുമുണ്ട്. സാലിഹായ സന്താനങ്ങളെ സൃഷ്ടിച്ചെടുത്താൽ മുഅ്മിനുകളെ നമ്മുടെ പരലോകത്തേക്ക് നമുക്ക് വമ്പിച്ചൊരു മുതൽക്കൂട്ടാണ്. എന്നാൽ അതിന് പകരമായി കള്ളടിച്ച്, കഞ്ചാവടിച്ച്, മദ്യപാനത്തിന്റെ ലഹരിയിൽ മുഴുകി താന്തോന്നിത്വങ്ങളും തോന്നിയാസങ്ങളും ചെയ്ത് ഈ ഭൂമിയിലൂടെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന മക്കളെ സൃഷ്ടിച്ചാൽ ഒരുപക്ഷെ അവർ ഉന്നതമായ വിദ്യാഭ്യാസത്തിലേക്ക് ഉയർന്നേക്കാം, സമൂഹത്തിൽ ചിലപ്പോൾ അംഗീകാരം കിട്ടിയേക്കാം, ചിലപ്പോൾ അംഗീകാരമൊന്നും കിട്ടാതെ എന്നും അപമാനത്തിന്റെ സന്താനങ്ങളായി മാറിയേക്കാം. പക്ഷേ പരലോകത്ത് നമുക്ക് അവരെ കൊണ്ട് ഒരു മുതൽക്കൂട്ടുമില്ല. മാത്രമല്ല അതിന്റെ പേരിൽ നമ്മൾ നരകത്തിലേക്ക് വരെ പോകേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്നാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഒരു ജനാസയോട് ഒരു മുസ്ലിമിനുള്ള കടമ എന്താ? ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യത ഒരുപാടുണ്ട്. ഈ ഹദീസിൽ പറയുന്നു 6 അതിൽ ഒന്നെന്താണ്? അവൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവനോടുള്ള ബാധ്യത നിർവഹിക്കലാണ്. അഥവാ മയ്യത്ത് കുളിപ്പിക്കണം, മയ്യത്ത് സന്ദർശിക്കണം. സന്ദർശിച്ചാൽ ആ മയ്യത്തിന് വേണ്ടി ആര് ചെയ്യണം? സന്ദർശിച്ച വ്യക്തി ദുആ ചെയ്യണം. അല്ല കാണാൻ പോവുക അല്ലെങ്കിൽ പത്രത്തിൽ വരിക, ആളിത്ര വന്നു കണ്ടുപോയി. അതല്ല, കണ്ടുപോകല്ല, കാണാൻ വന്നാ പ്രാർത്ഥിക്കുക. റസൂലുള്ളാഹി വന്നു മയ്യത്തിന് വേണ്ടി ദുആ ചെയ്തു. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഒരു ഉസ്താദ് നേതൃത്വം കൊടുക്കുക, എല്ലാവരും കൂടി അവിടെ ചുറ്റും കൂടിയിട്ട് ഒരു ആയത്തുൽ കുർസി ഫിറ്റ് ചെയ്യുക, വാവിദാത്ത് ഫിറ്റ് ചെയ്യുക, എന്നിട്ട് ഇലാ ഹദറത്തേക്ക് ഒന്നായിട്ടൊരു ദുആ പാർസൽ ഈ സാധുവിനും വേണ്ടി ഒരു ദുആ. അത് റസൂൽ പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ അതിന് പകരം കാണാൻ വരിക എന്നുള്ള പ്രാർത്ഥിക്കാനും സുന്നത്താണ്. പിന്നെയോ മയ്യത്ത് കുളിപ്പിക്കണം. ഏറ്റവും വേണ്ടപ്പെട്ടവരാണ് ചെയ്യേണ്ടത്. അതിന്റെ കൂലി മറ്റൊരാൾക്ക് നമ്മൾ കൊടുക്കല്ല. ആ മയ്യത്ത് കുളിപ്പിച്ചു കഴിഞ്ഞാൽ കഫൻ ചെയ്യണം. എന്നിട്ട് സഹോദരങ്ങളെ, മയ്യത്തിന്റെ അഹലുകാരായ സ്ത്രീകള്, ആ വാപ്പയാണെങ്കിൽ വാപ്പാന്റെ മകള്, അതുപോലെ തന്നെ ഭാര്യ, അമ്മായി, ഇളയമ്മ തുടങ്ങിയ ബന്ധുമിത്രാദികൾ, അയൽവക്കക്കാര്, അവർക്കൊക്കെ സഹോദരങ്ങളെ ആ മയ്യത്ത് നമസ്കരിക്കാൻ അവസരമുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിന്റെ മയ്യത്ത് സ്ത്രീകൾ നമസ്കരിച്ചിട്ടുണ്ട്. അനവധി സ്വഹാബികളുടെ ഭാര്യമാര് ആ സ്വഹാബികളുടെ മയ്യത്ത് നമസ്കരിച്ചിട്ടുണ്ട്. എന്തിനേറെ മഹാനായ ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഭാര്യ, അതുപോലെ തന്നെയുള്ള 10,000-ഓളം വരുന്ന സ്ത്രീകള് ഇമാമുന ശാഫിഈ തങ്ങൾക്ക് മയ്യത്ത് നമസ്കരിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഹദീസിൽ വന്നതാ, ശാഫിഈ മദ്ഹബിലെ ഗ്രന്ഥത്തിൽ പോലും ഉള്ളതാ. പക്ഷേ എത്ര നാടുകളിലാണ് പാവപ്പെട്ട സഹോദരിമാർക്ക് പ്രാർത്ഥിക്കാനുള്ള അവസരത്തെ നിഷേധിച്ചുകൊണ്ട് മയ്യത്തെടുത്ത് കടന്നു പോകുന്നത്.
ഓരോന്നും ധാരിക്കേണ്ട പടയല്ല. ഒരു വാപ്പ മരിക്കുമ്പോ ആ വാപ്പാന്റെ മയ്യത്തിനരികിരുന്ന് മോള് കൈകെട്ടിക്കൊണ്ട് നെഞ്ചത്ത് കൈകൊട്ടിക്കൊണ്ട് അല്ലാഹു മഗ്ഫിർ ലഹു വർഹംഹു വആഫുഹു വഅഫു അൻഹു വഅക്രിം മുൻസിലഹു വവസി മദ്ഖലഹു വഅസിൽഹു ബിൽ മാഇ വസ്സൽജി വൽ ബറദ് എന്ന് പറഞ്ഞ് സഹോദരങ്ങളെ ഹൃദയം പൊട്ടി ദുആ ചെയ്യുന്ന ആ ഒരു പ്രതിഫലം അല്ലാഹു തആല എത്രയായിരിക്കുമെന്ന് നൽകുക. നേരെ മറിച്ച് 500 രൂപയുടെ ഗാന്ധിത്തല കണ്ടിട്ട് അല്ലെങ്കിൽ എത്ര കൊടുക്കുമെന്ന് നിയ്യത്തും വെച്ചിട്ട് ഇപ്പുറത്തുനിന്ന് ഒരാൾ ദ്വാരനാൾ നിസ്കരിച്ചാലും എന്റെ കൂലി എത്ര ഉണ്ടാകുക? നിങ്ങൾ ആലോചിക്ക്. ആക്ഷേപിക്കല്ല, ഞാൻ ചിന്തിക്കാൻ വേണ്ടി പറയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് പള്ളിയിലേക്ക് വേഗത്തിൽ നിങ്ങൾ മയ്യത്ത് കൊണ്ടുപോകണം. ജനാസ കൊണ്ടുപോകുന്നതിനെ പറ്റി ഷാഫി മദ്ഹബിൽ പോലും പറഞ്ഞിട്ടുള്ളത് എന്താണ്? സുക്കൂത്തായി കൊണ്ടുപോകണമെന്നാണ്. അവിടെ ഒരിക്കലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നോ അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ഖുർആനോത്ത് കൊണ്ടോ ശബ്ദം ഉയർത്താൻ പാടില്ല. നാട്ടുത്താനം പറയരുത്, രാഷ്ട്രീയം പറയരുത്, ഒരു കഥയും പറയരുത്. നാളെയോ ഈ മയ്യത്തിന് നാളെയെ കുറിച്ച് ആലോചിക്കുക, മരണത്തെ കുറിച്ച് ചിന്തിക്കുക. അങ്ങനെ വേഗം പള്ളിയിലെത്തുക. നിസ്കാരം കഴിഞ്ഞ് മയ്യത്ത് പള്ളിയിൽ ഖബർസ്ഥാനിൽ കൊണ്ടുവരിക. മില്ലത്ത് ചൊല്ലിക്കൊണ്ട് ഖബറിലേക്ക് താഴ്ത്തി വെക്കുക. കല്ലിട്ട് മണ്ണ് 3 പിടി വാരിയെറിഞ്ഞ് അവിടുന്ന് തസ്ബീഹ് ചൊല്ലി തിരിച്ചു പോരുക. ഒരു ഒട്ടകത്തെ അറുത്ത് വിതരണം ചെയ്യുന്ന സമയം വരെയെങ്കിലും അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിൻഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബർ അൻ ജംബൈ, അല്ലാഹുമ്മ അഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലി ഫസാദ്. മഹാന്മാരായ സ്വഹാബത്തിന്റെ ഈമാൻ, അവർ ചൊല്ലിയ തസ്ബീഹ്, ആ പദം അങ്ങനെ തന്നെ നമ്മൾ ഉപയോഗിച്ചാൽ സഹോദരങ്ങൾ അതിന് കുറ്റമൊന്നുമില്ല. അത് നമ്മൾ ചെല്ലണം. അങ്ങനെ ആ രൂപത്തിൽ നമ്മൾ തസ്ബീഹ് ചൊല്ലി തിരിച്ചു പോരണം. പിന്നെ ഖബറെ നമ്മൾ അവഗണിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓർമ്മയുണ്ടാകുമ്പോൾ സമയം കിട്ടുമ്പോഴും ഒക്കെ നമുക്ക് ഖബർസ്ഥാനിലേക്ക് പോകണം. സലാമു അലൈക്കും ദാറഖൗമിൽ മുഅ്മിനീൻ. ഈ ഖബറിൽ കിടക്കുന്ന മുഅ്മിനുകളെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ ദുആ ചെയ്യണം. പ്രത്യേകിച്ച് വാപ്പാക്ക് ഉമ്മാക്ക് കുടുംബങ്ങൾക്ക് നേരിട്ട് തന്നെ അല്ലാഹുവിനോട് നമ്മൾ അവിടെ വെച്ച് ദുആ ചെയ്യണം. അത് ഇസ്ലാം അനുവദിച്ച ഖബർ സിയാറത്താണ്. ഇത് നമ്മളൊക്കെ പറയാറുണ്ട്, ഖബർ സിയാറത്തിനെതിരല്ല നമ്മൾ. എന്നാ നമ്മുടെ നാട്ടിലുള്ള ഖബർ സിയാറത്ത് ഇങ്ങനെയല്ല. കെട്ടിയുയർത്തപ്പെട്ട ഖബറുകളിലേക്ക്, ജാറങ്ങളിലേക്ക് വാഹനമെടുത്ത് പടപടയായി ആളുകളെ കൊണ്ടുപോകുന്ന സിയാറത്ത് ടൂർ ഉണ്ടല്ലോ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല. ഷാഫി മദ്ഹബിൽ പോലും സഹോദരങ്ങളെ അത് സുന്നത്തല്ല. ഒരു ചാലിനപ്പുറം ഖബർ ഉയർത്താൻ പാടില്ല, അതുമ്മ ഇടുപ്പുണ്ടാക്കാൻ പാടില്ല, അതുമ്മ ഇരിക്കാൻ പാടില്ല, അതുമ്മ ഒരിക്കലും തുണിയോ അതുപോലെ തന്നെയുള്ളതോ മൂടാൻ പാടില്ല. പക്ഷേ നമ്മുടെ നാടുകളിലുള്ള ജാറങ്ങൾ നിലവിളക്കുണ്ട്, എണ്ണ തൊട്ട് നേർച്ചയാക്കുന്നു, അതുപോലെ ഉറുക്കും ഏലസും മൈക്കല്ലും അവിടുന്ന് വാങ്ങിക്കൊണ്ടു പോകുന്നു, ഖബർ തൊട്ടുമുത്തുന്നു, അവിടെ വന്നിട്ട് നേർച്ച സമർപ്പിക്കുന്നു. എല്ലാം ജൂതന്മാരും ക്രിസ്ത്യാനികളും ചെയ്ത പ്രവർത്തനം. അതിലെല്ലാം മുക്തമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് സംരക്ഷിച്ചുകൊണ്ട് ഒരു വിശ്വാസി നീങ്ങേണ്ടതുണ്ട്. എന്നാ സഹോദരങ്ങളെ, നമ്മുടെ നാടുകളിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മയ്യത്തിന്റെ അരികിൽ ഖുർആൻ ഓതുകയാണ്. ഖുർആൻ ഓതിയിട്ട് അതിന്റെ കൂലി ഹത്തപ്പുര കെട്ടിയിട്ടും അല്ലാതെയുമൊക്കെ ഓതി അത് ആ ഖബറിലുള്ള കിടക്കുന്ന സഹോദരന് പാർസലാക്കുകയാണ്. അതിന്റെ കൂലി കിട്ടുമെന്നാണ് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ സമൂഹത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാ നിങ്ങൾക്കറിയുമോ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ അവിടുത്തെ സ്വഹാബത്തോ അങ്ങനെ എത്രയോ സ്വഹാബത്ത് മരണപ്പെട്ടിട്ട് ആരും അവിടെ ഇരുന്ന് ഖുർആൻ ഓതി അത് പാർസലാക്കിയിട്ടില്ല. ഒരൊറ്റ സ്വഹാബിയുടെ ഖബറിന്റെ പുറത്തും ഹത്തപ്പുര കെട്ടിയിട്ട് ഇതുപോലെ ആമമുറിയാതെ ഓതിയിട്ടില്ല. എന്നാൽ ഇത് ചെല്ലുമ്പോ ഖുർആനല്ലേ, നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളോട് ചില ആളുകൾ ചോദിക്കാറുണ്ട്, അതിന് നിങ്ങൾ എന്തിനാ എതിർക്കുന്നത്? നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് ദീനിലേക്ക് ഒരു കാര്യ സഹോദരങ്ങളെ കൊണ്ടുവരാൻ നമുക്ക് പറ്റുമോ? 5 നേരത്തെ നിസ്കാരം നിർബന്ധമാണ്. അത് ജമാഅത്തായി നിസ്കരിച്ച ഒരു വക്തിന് 27 കൂലിയുണ്ട്. പക്ഷെ ഒരാൾ പറയാണ് സുബീന്റെ 2 റക്അത്ത്, അതുപോലെ തന്നെ പിന്നെ ളുഹറിന് ശേഷം 2 റക്അത്ത്, അതുപോലെ തന്നെ മഗ്‌രിബിന് ശേഷം ഇശാന് ശേഷമുള്ള ഈ റവാത്തിബ് സുന്നത്തുകൾ, ഇതൊക്കെ ഒറ്റക്കൊറ്റ നിസ്കരിക്കുന്നത് അത് പറ്റൂല, നമുക്ക് ജമാഅത്തായിട്ട് നിസ്കരിക്കണം. ഇന്ന് മുതൽ പള്ളിയിൽ ഇങ്ങനെയാണ്, അതിന് 27 കൂലി കിട്ടുന്ന ഒരാൾ പറഞ്ഞാലോ ഒരാളും അവന്റെ പിന്നിലുണ്ടാവില്ല. അപ്പൊ ചോദിക്കാൻ 2 റക്അത്തല്ലേ, സുജൂദില്ലേ, റുക്കൂഇല്ലേ, ദുആഇല്ലേ, ഒരുമിച്ചാക്കിയ വലിയ കൂലിയല്ലേ, എത്ര ജമാഅത്ത് നിസ്കാരം ഇസ്ലാമിലുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ ഫർദിനോടനുബന്ധിച്ച റവാത്തിബ് സുന്നത്ത് ഒറ്റക്കാ നിസ്കരിക്കേണ്ടത്. ബാങ്ക് നമ്മൾ വെള്ളിയാഴ്ച കൊടുക്കുന്നു, എന്താ പെരുന്നാൾ നിസ്കാരത്തിന് ബാങ്ക് കൊടുക്കാത്ത? റസൂലുള്ള ബാങ്ക് കൊടുത്ത് പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് തോന്നിയെടുത്ത് ദീനിലേക്ക് ഒരു കാര്യം കൊണ്ടുവരാൻ പറ്റൂല. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായമാണെന്ത്, ഇബ്നു കസീർ എന്ന് പറയുന്ന ഷാഫി പണ്ഡിതന് ഷാഫി മദ്ഹബിനെ കൃത്യമായി പഠിപ്പിച്ചെന്നുകൊണ്ട് പറയുന്നു, വമിൻ ആദിഹിൽ ആയത്തുൽ കരീമത്തു ഇസ്തംബത്ത ഷാഫി റളിയല്ലാഹു അൻഹു വമൻ ഇത്തബഅഹു അന്നൽ ഖിറാഅത്തു ലാ യസ്ലു ഇഹ്ദാഹു സവാബുഹാ ഇലൽ മൗതാ. എന്നിട്ട് പറയുന്നത് എന്താണ്? സൂറത്തുൻ നജ്മിന്റെ 39ാമത്തെ ആയത്ത്. ഈ സൂറത്തുൻ നജ്മിന്റെ 39ാമത്തെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് വൽ ലൈസൽ ഇൻസാൻ ഇല്ലാ മാ സഅ,
ഒരു മനുഷ്യൻ ചെയ്തതല്ലാതെ ഒരിക്കലും തന്നെ അവന് ലഭിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഒരാളുടെ പാപഭാരമോ മറ്റൊരാൾ ഏൽക്കൂല. ഒരാളുടെ കർമ്മം, ആ കർമ്മം വേറെ ഒരാൾക്ക് ഒരിക്കലും തന്നെ സഹോദരങ്ങളെ പിന്നെ ചാർത്തി കൊടുക്കാൻ പറ്റൂല. അയാൾ ചെയ്ത കർമ്മം നമ്മളിലേക്ക് കിട്ടൂല. അതുകൊണ്ട് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം ഇബ്നു കസീർ പറയാണെന്ത്, മരിച്ചവർക്ക് അവരുടെ അനുയായികൾക്ക് കുടുംബങ്ങൾക്ക് വേണ്ടി ഖുർആൻ ഓതിക്കൊണ്ട് അതിയ ചെയ്താൽ അതിന്റെ പ്രതിഫലം മരിച്ചവർക്ക് എത്തുകയില്ല. എന്നിട്ട് അവിടുന്ന് പറയുകയാണ് എന്ത്, ലിഅന്നഹു ലൈസ മിൻ അമലിഹിം വലാ കസ്ബിഹിം വലിഹാദാ ലം യൻദുബ ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തഹു വലാ അത്തഹും അലൈഹി വലാ അർശദഹും ഇലൈഹി ബിനസിം വലാ ഈമാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും തന്നെ ഇതൊരു പുണ്യകർമ്മമായി സ്വഹാബത്തിനെ പഠിപ്പിച്ചിട്ടില്ല. ഇതൊരു വലിയ ഖൈറുള്ള കാര്യമാണെങ്കിൽ ആ മഹാന്മാരായ സ്വഹാബത്ത് അതിൽ മുൻകടക്കുമെന്നാണ് പിന്നെ പറയുന്നത്. വലം യൻഖൽ ദാലിക അൻ അഹദിൻ മിന സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും വലൗ കാന ഖൈറൻ ലസബഖൂനാ ഇലൈഹി. അപ്പൊ സ്വഹാബത്ത് ഇതിൽ മുൻകടക്കുമായിരുന്നു. സ്വഹാബത്ത് അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ഓൽക്ക് തിരിയാത്തൊരു പുണ്യകർമ്മം നമ്മൾ ചെയ്യാൻ പാടില്ല. ഇനി രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന നബവി എന്ന ഖോജ അവിടുത്തെ ശറഉ മുസ്ലിം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ 1-ാം വാള്യം 90-ാമത്തെ പേജിൽ പറയുന്നു എന്താണ്, അമ്മാ ഖിറാഅത്തുൽ ഖുർആൻ ഫൽ മശ്ഹൂർ മിൻ മദ്ഹബി ശാഫിഈ അന്നഹു ലാ യസ്ലു സവാബുഹാ ഇലൽ മയ്യിത്ത്. അഥവാ മരണപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഖുർആൻ പാരായണം തീർച്ചയായും അതിന്റെ പുണ്യം മരണപ്പെട്ടവർക്ക് എത്തുകയില്ല എന്നതാണ് മഷ്ഹൂറായ അഭിപ്രായം. ഷാഫി മദ്ഹബിലെ പ്രബല അഭിപ്രായം എന്നാണ്. സ്വർഗത്തിന്റെ 4 സ്വർഗം അനുയായികൾക്ക് വേണ്ടി വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് എന്നാണ്. ഞാൻ വെറുതെ പറയല്ലാതെ ആളുകൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. കാരണം എന്താ, ഗർഭം വയറ്റിൽ ജനിച്ചാറാം മാസത്തിൽ ഗുണമുള്ളതാരെന്ന് കേട്ടോവർ മകനോ മകളോ നീ ചോദിച്ച നേരത്ത് മകനാണ് അഹമ്മദ് കബീർ എന്ന് ചൊന്നോവർ. ഇഫായി ശേഖിന് ഉമ്മ ഗർഭം ധരിച്ച കാലത്ത് ഉമ്മാനോട് ഇങ്ങനെ ചോദിക്കുകയാണ്, ആണോ പെണ്ണോ ആണോ പെണ്ണോ. സ്കാൻ ചെയ്ത് നോക്കാൻ പറ്റൂലല്ലോ, എന്നാ സംവിധാനം ഒന്നും ഇല്ലല്ലോ. ഉമ്മ കുടുങ്ങിയപ്പോ പറഞ്ഞു വയറ്റുന്ന റിഫായി ഷെയ്ഖ് പറഞ്ഞു റിഫായി ഷെയ്ഖ് അഹമ്മദുൽ കബീർ റിഫായി ആണെന്ന് മാത്രമല്ല ആണുമാണ്. അപ്പൊ പേരും പറഞ്ഞു ആണാണെന്നും പറഞ്ഞു. എന്നിട്ട് ഈ മാലയിൽ പറയാണെന്ത്, റിഫായി ഷെയ്ഖിനെ പറ്റി സഹോദരങ്ങളെ, ഒറിജിനൽ റിഫായി ഷെയ്ഖ് അങ്ങനെ വിശ്വസിച്ച പ്രവർത്തിച്ച ആളെയല്ല. മൊഹീദി ഷെയ്ഖ് തങ്ങളെ പോലെ തന്നെ മുവഹിദായി ജീവിച്ച് ദീനുൽ ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്ത നല്ലൊരു വലിയ. പക്ഷെ അദ്ദേഹത്തിന്റെ പേരിൽ എഴുതപ്പെട്ട റിഫായി മാലയിൽ പറയുന്നു, ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് കുഞ്ഞിനെ കൊണ്ടുവരിക എന്നുള്ള അള്ളാഹുവിന്റെ നടപടിയാണ്. അതുകൊണ്ട് അള്ളാഹു തആല 9 മാസം 10 ദിവസം അല്ലെങ്കിൽ 10 മാസം കഴിഞ്ഞാൽ അത് പുറത്തു കൊണ്ടുവരണം. അള്ളാഹു തആല പറഞ്ഞു എന്ത്, പുറത്തു പോകണം. അപ്പൊ റിഫായി ഷെയ്ഖ് പറഞ്ഞു ഞാൻ പോകൂല പഠിച്ചോനെ. ഞാൻ അവിടെ പ്രകടനം നടത്തി അള്ളാഹിനോട്. എന്താണ് ഞാൻ പറയല്ല, അടിമ ദുനിയാവിൽ ഇറങ്ങുവാനായിട്ട് അള്ളാഹേകൾ കേട്ടാരേ മൂഷിന്തോവർ. അള്ളാഹു തആല പറഞ്ഞു റിഫായിൻ പൊന്നു റിഫായിനെ പുറത്തിറങ്ങി കൊടുത്തു. അപ്പൊ റിഫായി ഷെയ്ഖിന് വല്ലാത്ത മടുപ്പ് പ്രയാസം, ഞാൻ ഇറങ്ങൂല എന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം ബുദ്ധിമുട്ടായിരുന്നപ്പോൾ അള്ളാഹു തആല ചോദിച്ചു, എന്താണ് എന്റെ കണ്ടീഷൻ, എന്താണ് എന്റെ കണ്ടീഷൻ, എന്താണ് എന്റെ ആവശ്യം, അതൊന്ന് നീ പറയുന്നു. ആ സമയത്ത് റിഫായി ഷെയ്ഖ് പറഞ്ഞു അത്രേ, സ്വർഗം എനിക്കും എൻ ബയ്യാൽ തുടർന്നോർക്കോ സുഖത്തോടെ തന്നാൽ ഇറങ്ങും ഞാൻ എന്നോവർ. സ്വർഗം എനിക്കും എന്റെ തുടർന്ന് വരുന്ന മുരീദന്മാർക്കും നേരത്തെ തന്നെ തീരെഴുതി തരണം, അല്ലാതെ അഹമ്മദ് കബീർ പറഞ്ഞാൽ ഇറങ്ങൂല. ഇങ്ങനെ ഒരു വലിയ പറയും അള്ളാഹോട്. ഇങ്ങനെ ഒരു ഇസ്ലാമിന്റെ ചരിത്രം ഉണ്ടാവുക സഹോദരങ്ങളെ? ഇല്ല. എന്നാൽ അള്ളാഹു തആല പരാജയപ്പെട്ടു എന്നാ, സ്വർഗത്തിന്റെ ആധാരം പട്ടയൊക്കെ കൊടുത്തു എന്നാ പിന്നെ പറയുന്നത് അല്ലേ. അവർക്കന്ന് 4 സുവർഗം കൊടുത്താരെ അടിമ ദുനിയാവിൽ പിറന്ന് വളർന്നോവർ. ഉടനെ തന്നെ സ്വർഗവുമായി റിഫായി ഷെയ്ഖ് അങ്ങ് വന്നു. അപ്പൊ ത്വരീഖത്തുകാർ തമ്മിൽ ഏറ്റുമുട്ടിയിട്ട് പറയാണ്, ഇങ്ങോട്ട് പോരി, ഇവിടെ ഒരു പ്രശ്നമില്ല, മെമ്പർഷിപ്പ് എടുത്താൽ മതി, സ്വർഗം ഉറപ്പാണ്, കുത്തുബിയത്ത് നടത്തണ്ട, കഷ്ടപ്പെടേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ രൂപത്തിൽ അന്ധവിശ്വാസങ്ങളുടെ മാലപ്പടക്കങ്ങൾ ഈ സമുദായത്തിൽ പൊട്ടിത്തീരുമ്പോൾ അതിൽ നിന്ന് ഈ സമുദായത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് സഹോദരങ്ങളെ കേരള ജംഇയ്യത്തുൽ ഉലമ അഹ്ലുസുന്ന വൽ ജമാഅ സംഘം എന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാര് ഈ മഹത്തായ സംവിധാനം ഉണ്ടാക്കിയത്. അതിലൂടെ ഇന്നും വരതെറ്റാതെ ആ നിസ്വാർത്ഥമായി മുന്നേറുന്ന മുജാഹിദ് ദഅവാ സമിതി വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എന്ന നൂതന സംവിധാനം അന്താരാഷ്ട്ര നിലവാരമുള്ള പ്രബോധനവുമായി കേരളക്കരയിലും
കേരളത്തിന് പുറത്തും ഉള്ള സകല ആളുകൾക്കും, എവിടെയൊക്കെ മലയാളികളുണ്ടോ അവിടെയുള്ള ആളുകൾക്കും, അന്യമത വിഭാഗത്തിൽപ്പെട്ട ക്രിസ്തീയ, അതുപോലെ തന്നെ പിന്നെ ഹൈന്ദവ, അതുപോലെ തന്നെ നിരീശ്വര, നിർമ്മത, ഏതേത് വിഭാഗങ്ങളിലുള്ള ആളുകൾക്കും ഇസ്ലാമിന്റെ സന്ദേശം ഉജ്ജ്വലമായി എത്തിച്ചുകൊണ്ട് മുന്നേറുന്ന ഈ വാഹക സംഘം നിങ്ങൾ അടുത്തറിയേണ്ടതുണ്ട്, പഠിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. മുഅ്മിനുകളെ, ഞാൻ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, മുസ്ലിം സമുദായത്തിൽ നിന്ന് ഈ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ ആവശ്യമായ ഖുർആനും സുന്നത്തും എന്ന ആധാരത്തെ കുറിച്ച് പഠിക്കാതെ പിൽക്കാലത്ത് രചിക്കപ്പെട്ട മാലകളും മൗലിദുകളും പക്ഷിപ്പാട്ടുകളും കിളിപ്പാട്ടുകളും നാട്ടാചാരങ്ങളും മാമൂലുകളുമായി സമുദായം മുന്നേറുമ്പോൾ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ഖുർആനിന്റെ സുന്നത്തിന്റെ പാതയിലേക്ക് നമ്മൾ മടങ്ങേണ്ടതുണ്ട്. കാരണം അല്ലാഹുവിന്റെ ഖുർആൻ നമ്മോട് പറഞ്ഞു, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ നഫ്സുകളും മരണം ആസ്വദിക്കുന്നതാണ്. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി പ്രതിഫലം നൽകുന്നത് ഖിയാമത്ത് നാളിൽ മാത്രമാണ്. ഫമൻ സുഖസിയാനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്, ആയതിന്റെ ശരീരത്തെ കത്തിയാൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നുവോ ഫഖദ് ഫാസ്, അവരാകുന്നു വിജയിച്ച ആളുകൾ. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, ഇഹലോക ജീവിതം എന്ന് പറയുന്നത് മനുഷ്യനെ വഞ്ചിച്ചു കളയുന്ന വിഭവമാണ്. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ എത്ര വലിയ വീടുണ്ടാക്കിയാലും, ആയിരങ്ങളുടെ തക്ബീർ കമ്പനി നമുക്കുണ്ടായാലും, എത്രയെത്ര വലിയ സംവിധാനങ്ങളും സ്വാധീനങ്ങളും ഉണ്ടായാലും, അതെല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് നമ്മൾ യാത്ര പോകേണ്ടേ? ലോകം മടക്കി ഭരിച്ചിരുന്നവരല്ലേ, മൗത്തെന്ന സിംഹം കൊന്നതത്ഭുതമല്ലേ, കുതിരപ്പുറത്ത് സവാരി ചെയ്തവരല്ലേ, ശവമഞ്ചയാത്രയും ചെയ്തതത്ഭുതമല്ലേ, മണിമേട മുകളിൽ ഉല്ലസിച്ചവരല്ലേ, മണ്ണിന്റെ കീഴിൽ പെട്ടതത്ഭുതമല്ലേ. എത്രയെത്ര രാജാക്കന്മാര്, പ്രമാണിമാര്, എത്രയെത്ര സുഖലോത്ഭതയുടെ പരദീസകളിൽ അന്തിയുറങ്ങിയവര്. സഹോദരങ്ങളെ, ശവമഞ്ചലമേറിക്കൊണ്ട്, മയ്യത്ത് കെട്ടിലേറിക്കൊണ്ട് ഇന്ന് സെമിത്തേരികളിലാണ്, ചുടലക്കളങ്ങളിലാണ്, ഖബർസ്ഥാനിലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുല്ലിൽ മൗത്തല്ലദീ തഫിറൂന മിൻ ഫഇന്നഹു മുലാഖിഖു, ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ ഓടിയകലുന്നത്, അല്ലാഹു പറയുന്നു ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുന്നതാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്കൊരിക്കലും തന്നെ സാധിക്കുകയില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മുടെ വീട് വിട്ട്, നമ്മുടെ ഭാര്യയെ വിട്ട്, നമ്മുടെ മാതാപിതാക്കളെ വിട്ട്, നമ്മുടെ ഓമന മക്കളെ വിട്ടുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് പടിയിറങ്ങുന്ന രംഗം നമ്മൾ ചിന്തിച്ചിട്ടില്ലേ? പരൻ വിധിച്ചുമ്മാ വിട്ട് ചൊങ്കിൽ നടക്കുന്ന ശുചത്ത് നമുക്കുണ്ട് നാട്ടിലെ, കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലെ. ഇഷ്ടജനങ്ങളെ വിട്ടുപിരിഞ്ഞ് കട്ടിലേറി പോകുമ്പോൾ ഉറ്റവരെല്ലാം കരളും പൊട്ടി കരഞ്ഞും കൊണ്ടകലുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു, ഉലകത്തിൽ തനി അന്നിലാരെന്ന്, ഉലകത്തിൽ തനി അന്നിലാരെന്ന്. എത്രയെത്ര അനുഭവങ്ങളാണ് നമ്മുടെ വീടുകളിൽ, സഹോദരങ്ങള്, കുടുംബങ്ങളിൽ, അയൽപക്കങ്ങളിൽ, നാടുകളില് നമ്മൾ കണ്ടിട്ടുള്ളത് മുഅ്മിനുകളെ. അതുകൊണ്ട് ആരോഗ്യമുള്ള ചെറുപ്പക്കാരാ, ആരോഗ്യമുള്ള യുവതികളെ, നിങ്ങൾ ഈ ദുനിയാവിന്റെ മുകളിലൂടെ പുളകം കൊണ്ട് ജീവിക്കല്ല. അന്ധവിശ്വാസങ്ങളിലും ഹറാമുകളിലും ശിർക്ക് ബിദഅത്ത് ഖുറാഫാത്തുകളിലും കെട്ടിത്തിരിഞ്ഞ് അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള ആരോഗ്യമുണ്ടല്ലോ, ആയുസ്സുണ്ടല്ലോ, യൗവനമെന്ന അനുഗ്രഹീതമായ ആ ഒരു മഹത്തായ സൗരഭ്യം, സംരംഭമുണ്ടല്ലോ, അതുപോലെ തന്നെ അല്ലാഹു നൽകിയ ഇസ്ലാം എന്ന രാജപാത ഉൾക്കൊള്ളാൻ നമുക്ക് ഈ മഹത്തായ തൗഫീഖ് കിട്ടിയല്ലോ. ഇതെല്ലാം കളഞ്ഞു കുളിച്ചുകൊണ്ട് നമ്മള് തെറ്റായ വഴികളിലൂടെ ജീവിച്ചാൽ ഈമാൻ കിട്ടി നമുക്ക് മരിക്കാൻ കഴിയില്ല. വിശുദ്ധ ഖുർആൻ നമ്മോട് വളരെ ഗൗരവത്തോടു കൂടി തന്നെ പറയുന്നുണ്ട്. സൂറത്ത് അൻഫാലിലൂടെ നമുക്ക് കാണാൻ കഴിയും എന്താണ്? വലൗ തറാ ഇദ് യതവഫല്ലദീന കഫറൂ വൽ മലായികതു യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും വദൂഖൂ അദാബൽ ഹരീഖ്. മരണാസന്നമായ അവന്റെ അരികിലേക്ക് മലക്കുൽ മൗത്ത് വന്നിട്ട് അവന്റെ ശരീരത്തിൽ നിന്ന്, രോമകൂപങ്ങളിൽ നിന്ന് മരണവേദനയെ, ആത്മാവിനെ പിടിച്ചു വലിക്കുമ്പോൾ അതിശക്തമായ വേദനയാണവന്. ആ വേദന അവന് അനുഭവിക്കുമ്പോൾ നല്ല ഒരു വാക്ക് മലക്കുൽ മൗത്ത് പറയുന്നില്ല. അവനോട് പറയുന്നത് എന്താണ്? വദൂഖൂ അദാബൽ ഹരീഖ്, നിന്നെ
പുണ്യമായി നീ നരകം ആസ്വദിച്ചോളൂ. കരിഞ്ഞു പോകുന്ന നരകത്തിലേക്കാണ് നിന്നെ കൊണ്ടുപോകുന്നത്. പ്രിയപ്പെട്ടവരെ, മൂർച്ചയുള്ള ഇരുമ്പിന്റെ കൊളുത്ത് ആ നനഞ്ഞു കുതിർന്ന പരുത്തിക്കട്ടക്കുള്ളിൽ വലിച്ചൂരുന്ന പോലെ പ്രയാസകരമായ രൂപത്തിലാണ് ആത്മാവ് പുറത്തുവരുക. ആ ആത്മാവ് ദുർഗന്ധമുള്ളതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ആകാശ കവാടങ്ങളില് കാവൽ നിൽക്കുന്ന മലക്കുകളുണ്ടല്ലോ, ഈ ശിർക്ക് ചെയ്ത, ബിദ്അത്ത് ചെയ്ത, ഹറാമ് ചെയ്ത, താന്തോന്നിത്വങ്ങളിലൂടെ ജീവിച്ച, ഖുർആനിനെ വലിച്ചെറിഞ്ഞ, സുന്നത്തിന്റെ അധ്യാപനങ്ങളെ വലിച്ചെറിഞ്ഞ, കെട്ടുകഥകളാകുന്ന മാലകളെയും മൗലിദുകളെയും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണുള്ളതെങ്കിൽ ഖുർആൻ പറയുന്നു, ഫലാ യുഫ്തഹു ലഹും അബ്വാബസ് സമാ, അവർക്ക് മേലെ ആകാശത്തിന്റെ കവാടം തുറന്നു കൊടുക്കുകയില്ല. വലാ യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗ്ഗത്തിലും പോകൂല. ഹത്താ ഏതുവരെ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്, സൂചിദ്വാരത്തിന്റെ ഉള്ളിലൂടെ ഒട്ടകം മറുവശത്തേക്ക് കടക്കുന്നത് വരെ. ഇതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ സഹോദരങ്ങളെ. ആ രൂപത്തിൽ മോശപ്പെട്ട ഒരു മരണമാണ് നമുക്ക് കടന്നു വരുന്നതെങ്കിൽ രാജസയ്യിദായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒന്നാം ആകാശത്തിന് താഴെ നിൽക്കുന്ന മലക്കുകളോട് അർശിൽ നിന്ന് കുർസിൽ നിന്ന് പറയുകയാണ്, ഇങ്ങോട്ടവനെ മടക്കേണ്ടതില്ല. ഉക്തുബ് കിതാബ്, നിങ്ങൾ ഇവന്റെ പേരിനെ എഴുതിക്കോളൂ. ആ നരകക്കാരായ ആളുകളുടെ പേരെഴുതുന്ന പട്ടികയിൽ, ഫലകത്തില് ഇവന്റെ പേര് നിങ്ങൾ ചേർത്തിക്കോളൂ എന്ന് മലക്കളോട് പറയുകയാണ്. സഹോദരങ്ങളെ, അങ്ങനെ പേരങ്ങ് ചേർത്തി കഴിഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും പിന്നെ നമ്മുടെ ഖബറില് നരകമാണ് കണ്ടുകൊണ്ട് കിടക്കുക. ഫയുഖാലു, മലക്കള് പറയുമെന്ന്, ഹാദാ മഖഅദുക, ഇത് നീ റിസർവേഷൻ ചെയ്ത സ്ഥലമാണ്. ആ നരകമാണ് ഭയാനകരമായി നമുക്ക് ലഭിക്കുക. അതിൽ ശിക്ഷകളുടെ കേന്ദ്രമാണ്, ഖബറിൽ ശിക്ഷകളുടെ കേന്ദ്രമാണ്. കാരണം നമ്മളിവിടെ സുഖലോൽപമായി അടിച്ചു പൊളിച്ച് ജീവിക്കുമ്പോ നമുക്ക് നല്ല വീടുണ്ട്, നല്ല പട്ടുമെത്തയുണ്ട്, നമുക്ക് ഇണയായി ഭാര്യയുണ്ട്. എന്നാൽ ഖബറാകുന്ന ഇരുട്ടിന്റെ കേന്ദ്രമുണ്ടല്ലോ, ആ ഖബറാകുന്ന കൂരിരുട്ടിന്റെ താവളമുണ്ടല്ലോ, ശിക്ഷകളുടെ കേന്ദ്രമുണ്ടല്ലോ. അവിടെ ഉള്ളത് എന്താണെന്നറിയുമോ? ചിതലും പുഴുക്കൾ താവളം പെരുത്തുണ്ടത്, സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നത്. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നത്. കാട്ടിലെ റേഷൻ വേണ്ട പോലെ അതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല, തള്ളലാണത് കൊണ്ട്. അഴുകുന്നതാണ് 3 ദിവസം കൊണ്ട്. സുഹൃത്തുക്കളെ, നമുക്കുള്ള നേത്രം 2. ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹ 2. നോക്കുന്ന നേരം മണ്ടുമേ ഭയം കൊണ്ട്. ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ, അത്രമാത്രം ഭയാനകരമായ കേന്ദ്രമാണ് ഖബറ്. അതുകൊണ്ട് അവിടെ സ്വർഗം കണ്ടുകൊണ്ട് കിടക്കണമോ? സ്വർഗത്തിന്റെ ഉന്നതമായ വിരിപ്പിലും അതുപോലെ വസ്ത്രത്തിലോ ആ ഖബറാകുന്ന മണിയറയിൽ നമുക്ക് ഉറങ്ങണമോ? സ്വർഗം കണ്ടുകൊണ്ട് ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പ് നാളാകുന്ന ആ മഹ്ശറയിലേക്ക് നമുക്ക് എഴുന്നേറ്റ് വരണോ? ഒരു ജാണ് സൂര്യന്റെ ചുവട്ടില് പാപത്തിന്റെ തോതനുസരിച്ച് കൊണ്ട് ഒരു കാലിന്മേൽ 100 കണക്കിന് കാലുകൾ ചവിട്ടിക്കൊണ്ട് യാ നഫ്സി എന്ന് പറയുന്ന ദുരന്തം നിറഞ്ഞ പരലോകത്ത് അള്ളാഹുവിന്റെ അർശിന്റെ തണൽ നിനക്ക് വേണമോ? പാലിനേക്കാൾ വെളുപ്പുള്ളതോ, തേനിനേക്കാൾ മധുരമുള്ളതോ, കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതുമായ സയ്യിദുന ഹബീബുന ഇമാമുൽ ഖിബ്ലതൈൻ ഇമാമുൽ ഹറബൈൻ ഹബീബ് റബ്ബുൽ ആലമീൻ തആഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുക്കിത്തരുന്ന ഹൗദുൽ കൗസർ എന്ന പാനീയം നിനക്ക് വേണോ പ്രിയപ്പെട്ട മുഅ്മിനേ? എന്നിട്ട് വലതു കൈയിൽ ഗന്ധമേറ്റ് വാങ്ങിയിട്ട് നിന്റെ നർമ്മങ്ങൾ തൂക്കുന്ന മീസാന് ഗംഭീരമായി കനം തൂങ്ങിയതിന്റെ പ്രതിഫലമായിട്ട് സിറാത്ത് എന്ന പാലത്തിലൂടെ കാല് വഴുതാതെ അതിശീഘ്രം നിനക്ക് സ്വർഗത്തിന്റെ ഉന്നതമായ രാജപാതയിലേക്ക് കടന്നു പോകണമോ? അമ്പിയാക്കളുടെ, ശുഹദാക്കളുടെ, സ്വാലികളുടെ, സജ്ജനങ്ങളുടെ ആ കൂടെ നിനക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണമോ? അതിനെ നീ സ്വീകരിക്കേണ്ട മാർഗം ഇതാണ്. ഇത് ഞങ്ങളുടെ ബാധ്യതയാണ്. നിങ്ങൾക്ക് വെറുപ്പുണ്ടായാലും നിങ്ങളെ ഞങ്ങളാരും മുശ്രിക്കാക്കാൻ വന്നിട്ടില്ല, കാഫിറാക്കാൻ വന്നിട്ടില്ല. ഒക്കെ പഴച്ചു പോയവരാണ്. ഷഹാദത്ത് കലിമ രണ്ടാമത് ചൊല്ലണമെന്ന് പറയാൻ വന്നിട്ടില്ല. ഹക്ക് ഇതാണ്, യാഥാർത്ഥ്യം ഇതാണ്, അഹ്ലു സുന്നയുടെ വിശ്വാസം ഇതാണ്. ത്യാഗത്തിലൂടെ സ്വർഗത്തിലേക്ക് എത്താൻ മറ്റു കുറുക്ക് വഴികളില്ല. ഇത് പഠിപ്പിച്ചു തരാൻ വന്നതാണ്. അതുകൊണ്ട്
അന്നമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസന ഉലൈക റഫീഖാ. അല്ലാഹു തആല സൂറത്ത് നിസായിലൂടെ പഠിപ്പിച്ചതാണ്. ആര് അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നുവോ കൂട്ടര് അള്ളാഹുവിന്റെ അമ്പിയാക്കളുടെ, അള്ളാഹു തൃപ്തിപ്പെട്ട ശുഹദാക്കളുടെ, സ്വാലികളുടെ, സജ്ജനങ്ങളുടെ കൂടെയാണ്. അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ 132, 133 ആയത്ത് സഹോദരങ്ങളെ നമ്മളൊന്ന് വായിക്കേണ്ടതാണ്. നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുക എന്ന് പറഞ്ഞ അള്ളാഹിന്റെ ഖുർആനും റസൂലുള്ളാഹിന്റെ നാവിലൂടെ സ്ഥിരപ്പെട്ടു വന്ന സ്വഹീഹായ ഹദീസുകളാകുന്ന സുന്നത്തുകളെയും നെഞ്ചിലേറ്റിയ സ്വഹാബത്തിന്റെ പാത നിങ്ങൾ സ്വീകരിക്കുക. ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ അനുഗ്രഹീതരായേക്കാം. എന്നിട്ടല്ല പറയുന്നു വസാരിയോ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർളു വസ്സമാവാതി വൽ അർള് ഉഇദ്ദത്തുൽ മുത്തഖീൻ. ആകാശഭൂമികളോളം വിശാലതയുള്ള മുഅ്മിനുകൾക്ക് വേണ്ടി, മുത്തഖികൾക്ക് വേണ്ടി അല്ലാഹു ഒഴിഞ്ഞു വെച്ചിട്ടുള്ള സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ടു വരണേ, കുതിച്ചു മുന്നേറണേ. ഇന്ന് അർദ്ധരാത്രി നിങ്ങൾ തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് റബ്ബിന്റെ സന്നിധിയിലേക്ക് സഹോദരങ്ങളെ നമസ്കരിച്ചുകൊണ്ട് ദുആ ചെയ്തു നോക്ക്. അല്ലാഹുവേ, ഹക്ക് എനിക്ക് ബോധ്യപ്പെടുത്തി തരണേ. ഈ കാലം അത്രയും ഞാൻ ചെയ്തു പോന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ തെറ്റാണെന്ന് റബ്ബേ എന്റെ മനസാക്ഷി എന്നോട് ഈ വാദിന് ശേഷം പറയുന്നു. അല്ലാ, ഇത് ഹക്കാണെങ്കിൽ എന്റെ സിറാത്തുൽ മുസ്തഖീമിൽ നീ ഉറപ്പിച്ചു നിർത്തണേ, ബാത്തിലിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് മുഅ്മിനുകളെ നമ്മൾ ദുആ ചെയ്യണം. കാരണം എന്താണ്? എപ്പോഴാണ് മരണം കടന്നു വരിക നമുക്കറിയില്ല. അതുകൊണ്ട് തസവ്വദ് മിനത് തഖ്വ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൽ തഗിശു ഇലൽ ഫജ്രി. ഈ ദിവസം കഴിഞ്ഞ് നാളെ പ്രഭാതത്തിലേക്ക് നമ്മൾ ഇരിപ്പിൽ നിന്ന് എഴുന്നേൽക്കുമോ പറയാൻ നമുക്ക് പറ്റില്ല. എത്രയെത്ര ആളുകളാണ് മാരാരോഗങ്ങളിലൂടെ തളർന്നുകൊണ്ട് ബെഡിൽ കിടന്നു പോകുന്നത്. എത്രയെത്ര ആരോഗ്യമുള്ള ചെറുപ്പക്കാരാണ്, ചെറുപ്പക്കാരികളാണ് തൽക്ഷണം മരിച്ചു പോകുന്നത് മുഅ്മിനുകളെ. അതുകൊണ്ട് സ്വർഗം എന്ന് പറയുന്ന മഹത്തായ ഭവനമുണ്ടല്ലോ, ഒരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഒരു കാതും ഇതുവരെ കേട്ടിട്ടില്ലാത്ത, ഒരു ഹൃദയത്തിനും ചിന്തിച്ച് വിഭാവനം ചെയ്യാൻ കഴിയാത്ത ആ സ്വർഗലോകത്തേക്ക് മത്സരിക്കുന്നവരെ നിങ്ങൾ മത്സരം നടത്തേണ്ടത് സ്വർഗത്തിന് വേണ്ടിയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ത്യാഗത്തിലൂടെ ഇസ്ലാം മുന്നോട്ട് വെച്ച വിശ്വാസങ്ങളെ, കർമ്മങ്ങളെ, ആചാരങ്ങളെ ഖുർആനിന്റെ സ്വഹീഹായ ഹദീസിന്റെ പിൻബലത്തിൽ സ്വഹാബത്തിന്റെ മാർഗത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പകർത്തി അതിന്റെ മൂല്യങ്ങൾ സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന മഹത്തായ മഹാന്മാരായ ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ ഖബറിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. ഇന്ന് പോലും സഹോദരങ്ങളെ മരണപ്പെട്ടു പോയി, ഓരോ ദിവസങ്ങളും മരണപ്പെട്ടു പോകുന്ന പല ആളുകളും. അല്ലാഹു തആല അവർക്കെല്ലാം അവരുടെ ഖബറിൽ നിന്ന് അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ. ഖബറിൽ അല്ലാഹു അവർക്ക് വിശാലത നൽകുമാറാകട്ടെ, മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ നമുക്കും അല്ലാഹു തആല അതെല്ലാം നൽകുമാറാകട്ടെ. ഈ വീട്, ഇതിന്റെ പരിസരങ്ങൾ ഈ അല്ലാഹുവിന്റെ ദീനിനെ വേണ്ടി പറയാൻ ഒരുക്കിയ ഇതിന്റെ വീട്ടുകാരന്, കുടുംബങ്ങൾക്ക് ഇതിനോട് മാനസികവുമായും ശാരീരികമായും ഇൽമിയായും സാമ്പത്തികമായും ഏതൊക്കെ രൂപത്തിൽ സഹകരിച്ചോ എല്ലാവർക്കും അല്ലാഹുവേ അർഹമായ പ്രതിഫലം നൽകുന്ന റഹ്മാനെ. ഈ ഞങ്ങളുടെ സമൂഹത്തിലെ നമ്മുടെ ഉമ്മമാര്, സഹോദരിമാര്, സഹോദരങ്ങൾ, പണ്ഡിതന്മാർ ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്നുണ്ടാകും. ഞങ്ങളുടെ സംസാരം ജനമനസ്സുകളിൽ സ്വാധീനമുണ്ടാക്കി തന്നെ റഹ്മാനെ. അല്ലാഹുവേ, യഥാർത്ഥ ദീനിനെ ഉൾക്കൊണ്ടുകൊണ്ട് അവരെല്ലാവരും, ഞങ്ങളെല്ലാവരും ഈമാൻ കിട്ടി മരിക്കണമെന്ന ഉത്തമമായ ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഇത് ഞങ്ങൾ സംഘടിപ്പിച്ചത്, ഇവിടെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹുവേ, ഈ അന്ധവിശ്വാസത്തിന്റെ ചെങ്ങലക്കെട്ടുകളിൽ നിന്ന്, കരാള ഹസ്തത്തിൽ നിന്ന് സമുദായത്തിന് രക്ഷപ്പെടുത്തണേ റഹ്മാനെ. തൗഹീദിന്റെ സുന്നത്തിന്റെ തിരുനാളം ഹൃദയങ്ങളിൽ ഉദിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. അന്ധവിശ്വാസങ്ങളുടെ ഭണ്ഡാരക്കെട്ടുകളായ മാലപ്പാട്ടുകൾ, കിളിപ്പാട്ടുകൾ, അതുപോലെ തന്നെയുള്ള കെട്ടുകഥകൾ, സ്വപ്നകഥകൾ ഇതെല്ലാം വിശ്വസിച്ചുകൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദക്ക് വിരുദ്ധമായ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തി ശിർക്കും ബിദ്അത്തും ഖുറാഫാത്തും അറിഞ്ഞും അറിയാതെയും നെഞ്ചിലേറ്റുന്ന ആളുകൾക്ക് അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണേ റബ്ബേ. തൗഹീദിന്റെ വിശ്വാസത്തിലേക്ക് കടന്നു വരാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ഒരുപാട് ആളുകൾ ഇന്ന് സാമ്പത്തികമായ, ശാരീരികമായ, മാനസികമായ പ്രതിസന്ധി
പ്രതിസന്ധിയിലാണ്. എല്ലാവരുടെയും പ്രയാസവും ദൂരീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, തൗഹീദിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ദഅവത്ത് നടത്തുവാൻ ഞങ്ങളുടെ പണ്ഡിതന്മാർക്ക്, ഞങ്ങളുടെ സഹപ്രവർത്തകന്മാർക്ക് ഈമാനും ഇഖ്ലാസും ആർജവും ആവേശവും നൽകണേ റഹ്മാനെ. സമൂഹത്തിൽ നിന്ദ്യമാകുന്ന ഒരുപാട് പരീക്ഷണങ്ങൾ അല്ലാഹുവേ, തൗഹീദ് ഉൾക്കൊണ്ടതിന്റെ പേരിൽ, നിന്റെ സുന്നത്ത് ഉൾക്കൊണ്ടതിന്റെ പേരിൽ ജനങ്ങൾക്ക് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള വിശ്വാസങ്ങളും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും ചെയ്തു കൊടുത്തതിന്റെ പേരിൽ, പഠിപ്പിച്ചതിന്റെ പേരിൽ വമ്പിച്ച പിന്നെ ഉപദ്രവങ്ങൾ ഞങ്ങളെ പിടികൂടുന്നു. അല്ലാഹുവേ, എല്ലാ പ്രാസംഗന്മാരെയും പണ്ഡിതന്മാരെയും എല്ലാ ഞങ്ങളുടെ സഹപ്രവർത്തകന്മാരെയും അത്തരത്തിലുള്ള ഉപദ്രവത്തിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അബദ്ധ വിശ്വാസങ്ങളിലേക്ക്, അബദ്ധമായ തെറ്റായ ധാരണകളിലേക്ക് അറിഞ്ഞോ അറിയാതെ വഴിപ്പെട്ടു പോയ ആളുകൾക്ക് സുന്ദരമായി ദഅവത്തിന്റെ പാതയിലേക്ക് തന്നെ തിരിച്ചു വരാനും വീണ്ടും ഉജ്ജ്വലമായി ഞങ്ങളോടൊപ്പം പഴയതുപോലെ തന്നെ ഒരുമിച്ച് പ്രവർത്തിക്കുവാനും അല്ലാഹുവേ, എന്നെ പോലെയുള്ളവർക്കൊക്കെ രണ്ടാമതും ഒരു തൗഫീഖ് നീ നൽകിയതുപോലെ ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നൽകണേ റഹ്മാനെ. അതിന് മടി കാണിക്കാതെ എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അല്ലാഹുവേ, അത് ഉൾക്കൊണ്ട് കടന്നു വരാനും അത് സ്വീകരിക്കുവാനുമുള്ള വമ്പിച്ച ഹൃദയ വിശാലത ഞങ്ങളുടെ നേതാക്കന്മാർക്കും നൽകണേ റഹ്മാനെ. അല്ലാഹുമ്മ അഫ്ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി വഖാദി അൽ ഹജാത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. أقول قولي هذا واستغفر الله لي ولكم واستغفر المسلمين من كل ذنب إنه الغفور الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.